ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് പ്രേമൻ. കോഴിക്കോട് NIT പ്രദേശത്താണ് താമസിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ഈ സൂം പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു പ്രവൃത്തി നമ്മൾ ആരംഭിക്കുമ്പോഴും തുടങ്ങുമ്പോഴും ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ മുമ്പിൽ ഒരു നിമിഷം നമ്മൾ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിക്കാം. അതുകൊണ്ട് തന്നെ ഒരു 4-5 സെക്കൻഡ് നമുക്ക് ആ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിലേക്ക് MC നിർവഹിക്കുന്നതിന് വേണ്ടി എന്നെ നിയോഗിച്ച എൻ്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്ത് അതിശക്തമായി വളർച്ചാ നിരക്ക് നേടിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതേപോലെ തന്നെ ഇന്ത്യയിലും ഈ ബിസിനസ്സിന് യാതൊരു തരത്തിലുള്ള നിയമപരിരക്ഷയും ഇല്ലാതിരുന്ന സമയത്ത് പോലും ആയിരക്കണക്കിന് കമ്പനികൾ, ചെറുതും വലുതുമായിട്ടുള്ള, വിശ്വസിക്കാൻ കൊള്ളാവുന്നതും കൊള്ളാത്തതുമായിട്ടുള്ള കമ്പനികൾ ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ലോകത്ത് നിലനിന്നിരുന്ന ഒരു ചികിത്സാ രീതിയെ അനുവർത്തിച്ചുകൊണ്ട്, അല്ലെ അതിന്റെ പിൻബലം പറ്റിക്കൊണ്ട് മനുഷ്യന് സ്വീകാര്യമായ രീതിയിൽ ഒരു പ്രോഡക്റ്റിന് രൂപകൽപ്പന ചെയ്യുകയും കഴിഞ്ഞ 16 വർഷക്കാലം വിദേശ രാജ്യങ്ങളിലേക്ക് ട്രഡീഷണൽ വ്യവസ്ഥയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ നിന്ന് കോവിഡ് മഹാമാരി കടന്നു വന്നതോടുകൂടെ നമ്മൾ പിന്മാറുകയും നമ്മുടെ ഇവിടെ തന്നെ അതിൻ്റെ ആ ബിസിനസ്, അത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിൽ ഈ ബിസിനസ് കൊണ്ടുവരികയും ആ പ്രോഡക്റ്റ് നമ്മുടെ കൈകളിൽ എത്താനുള്ള ഭാഗ്യം ആ മഹാമാരി മുഖാന്തരം നമുക്ക് ഉണ്ടായി എന്നുള്ളത് കൂടിയാണ്. ഞാൻ പറഞ്ഞു യാതൊരു നിയമപരീക്ഷയും ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ 2021 കേന്ദ്ര സർക്കാർ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നിയമം കൊണ്ടുവരികയും അതിന്റെ ചുവട് പിടിച്ച് കേരള സർക്കാർ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇവിടെ രൂപപ്പെടുത്തുകയും ചെയ്തതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ബിസിനസ് നിയമപരമായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം നമുക്കെല്ലാവർക്കും സിദ്ധിച്ചു എന്നുള്ളതാണ്. ആയിരക്കണക്കിന് കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും കഴിഞ്ഞ 4-4.5 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആരോഗ്യവും അതേപോലെ സമ്പത്തും നേടിക്കൊടുക്കുവാൻ ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമ്മളിലുള്ള ഈ ബിസിനസ് മനോഭാവം ഇതേപോലെ തുടർന്നു കഴിഞ്ഞാൽ ഇതിന്റെ മുന്നോട്ട് ഉള്ള പോക്കിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഒരു ആകാംക്ഷയിൽ നിന്നാണ് ഇന്ന് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിരിക്കുന്ന മുസ്തഫ സാർ പെരിന്തൽമണ്ണ ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് നമ്മളുടെ മനോഭാവത്തിലുള്ള, നമ്മൾ ചെയ്തികളിലുള്ള ഒരു പുനർക്രമീകരണം എന്നുള്ള രീതിയിലുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ
ഈ മുസ്തഫ സാറെ പറ്റി പറയുമ്പോൾ എനിക്ക് 2-3 മാസത്തെ പരിചയമേ അദ്ദേഹത്തുമായിട്ടുള്ളൂ. എന്നിരുന്നാലും ഒരു നല്ല മനുഷ്യൻ, നല്ല ആത്മാർത്ഥതയുള്ള, സ്നേഹമുള്ള, ബഹുമാനമുള്ള ഒരു വ്യക്തിത്വമാണ്. നല്ലൊരു ട്രെയിനറാണ്, നല്ലൊരു മോട്ടിവേറ്ററാണ്. ഈ ലെവലിലെല്ലാം തന്നെ പ്രഗത്ഭനായിട്ടുള്ള ആ മാന്യ വ്യക്തിയെ നമ്മുടെ ഇന്നത്തെ ഈ ടോപ്പിക് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം മുസ്തഫ സാർ, വെൽക്കം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു പ്രേമൻ മാഷ്. താങ്ക് യു. മാഷ് എന്നെ പരിചയപ്പെടുത്തി. ഞാൻ മുസ്തഫ ഫ്രം പെരിന്തൽമണ്ണ. ഏകദേശം സ്റ്റാർട്ടിംഗ് മുതൽ തന്നെ ഏകദേശം 3 വർഷത്തോളമായി ഈ പ്രൊജക്ട് വളരെ സത്യസന്ധമായി, വളരെ ശക്തമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മാഷ് പറഞ്ഞതുപോലെ ഞങ്ങൾ വളരെ അടുത്താണ് പരിചയപ്പെട്ടത്. എന്നാൽ പോലും വളരെ നന്നായി ഈ ഒരു തന്റെ റിട്ടയർഡ് ജീവിതത്തിലും ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾക്കൊക്കെ ഗൈഡൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രേമൻ മാഷ് പോലെയുള്ള ഒരുപാട് ആളുകളെ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റി. അതുപോലെ തന്നെ ഈ രാവിലെ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഇത് വളരെ ശ്രദ്ധയോടെ ഈ മോർണിംഗ് സൂം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. കുറെ ക്യാമറ ഓൺ ചെയ്യാറില്ല. ആ സമയത്ത് നമ്മൾ പല ഡ്യൂട്ടികളും ഒരുമിച്ച് എടുക്കുന്ന സംഭവമുണ്ട്. നമ്മളെ ഇഷ്ടംപോലെ പരിപാടി ഉണ്ടല്ലോ നമുക്ക് രാവിലെ. അപ്പോ ഇത് കേൾക്കുകയും അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് ചെയ്യുന്നതാണ്. എന്തായാലും നമ്മള് ഇവിടെ പ്രത്യേകിച്ച് ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. നമുക്ക് സാറ് പറഞ്ഞു അല്ലെ, നമുക്ക് എല്ലാവർക്കും അത് അറിയാം. മാത്രമല്ല സത്യത്തിൽ മിക്കവാറും ആളുകൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അറിഞ്ഞു വന്നതല്ല നമ്മളെ ബയോടൂറിയത്തിൽ. ഇതൊരു പ്രൊഡക്റ്റിന്റെ, നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യം, അതിന്റെ റിസൾട്ട്, അതിന്റെ ദൈവികത, ഇതാണ് നമ്മളെയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടാനുള്ള വലിയ ഒരു പ്രചോദനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അങ്ങനെയാ വന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ ഏകദേശം ഡിഗ്രി കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു കൺസെപ്റ്റ് പോയി. ആ കൺസെപ്റ്റിൽ വളരെ ആവേശത്തോടു, ആ സമയം അങ്ങനെയാണ്, വളരെ ആവേശത്തോടു കൂടി നമ്മൾ കുറെ ആളുകളൊക്കെ നാട്ടുകാരെ മുഴുവൻ എന്ന് പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം ഒരു 3-4 മാസമായപ്പോ ആ കമ്പനി അവിടെ കാണാനില്ല. അപ്പോ കുറെ ലോണും അതും ഇതൊക്കെ എടുത്ത് ചെറുപ്പത്തിൽ തന്നെ കുറെ പൈസ ഒക്കെ കടം വാങ്ങി ആളുകളുടെ ഒപ്പമുണ്ടായിരുന്ന കുറെ ആളുകളുടെ പൈസ ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ദുരനുഭവം ഉണ്ടായ സമയത്ത് അന്ന് കോല് മുറിച്ചിട്ടതാണ് നമ്മൾ ഇനി ഈ പരിപാടിക്കില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ കയ്യിലേക്ക് നമ്മുടെ ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് തന്ന്. അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നല്ല, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളൊന്ന് സെർച്ച് ചെയ്തു. പറഞ്ഞതെന്റെ ഉറ്റ സുഹൃത്തും അതുപോലെ തന്നെ എന്റെ ഒരു ഫാമിലി റിലേറ്റീവുമാണ്. പക്ഷെ എനിക്കത് വിശ്വാസം ഉണ്ടായില്ല. കാരണം ഈ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ മെല്ലെ അദ്ദേഹത്തെ ഒഴിവാക്കി ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിന്റെ ഒരു വിശാലത, ഇതിന്റെ ഇത്രയും വലിയൊരു ട്രീറ്റ്മെന്റ്, ഒരു തെറാപ്പി സിസ്റ്റം ലോകത്ത് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. നമ്മളെ വാട്ടർ പഠനത്തെ കുറിച്ചും മാഗ്നറ്റിക്സ് വാട്ടറിനെ കുറിച്ചും ഒക്കെ നമ്മൾ വിശാലമായി അതിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചു. എന്തായിരുന്നാലും സന്തോഷം. നമുക്ക് ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടാണ്. മോറോവർ 75% ആളുകളും നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് കടന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നെറ്റ്വർക്കിംഗ് മോഡിലല്ല, അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡിലല്ല മിക്കവാറും ആളുകൾ ഈ പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുന്നത്. പലപ്പോഴും നമ്മളെ ലീഡേഴ്സിന്റെ അടുത്ത്, അസോസിയേറ്റ്സിന്റെ അടുത്ത് പറയാറുണ്ട്, നമ്മൾ എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കുറെ പ്രൊഡക്റ്റുകൾ നമ്മൾ വിറ്റുകൊണ്ടിരിക്കും. നമുക്ക് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. ആ കണക്ഷൻസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കുറെ പ്രൊഡക്റ്റുകൾ നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു 5 lakh 10 lakh വരെയൊക്കെ നമ്മൾ ആ രീതിയിലേക്ക് അച്ചീവ് ചെയ്ത ആളുകൾ കുറെ ആളുകളുണ്ടാവും. പക്ഷെ പിന്നെ ഒരു സ്റ്റാഗ്നേഷൻ മോഡിലാണ് നമ്മൾ ഈ കാര്യം. നമുക്ക് കണക്ഷൻ ഉണ്ടാവില്ല, സ്വന്തമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല. ഉള്ള കണക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞു. ഈ ആളുകളിൽ നിന്ന് ലീഡർഷിപ്പ് കപ്പാസിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ രീതിയിലേക്കുള്ള ഒരുപാട് പ്രയാസം നടന്നുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആ ഒരു ഇതുണ്ടാവും, കോർ ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആളുകൾക്ക് ഉണ്ടാവും. നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളുണ്ടാവും,
പൊതുജന പ്രസക്തരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, സാമൂഹികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുറെ കണക്ഷൻസ് ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ആളുകള് പൊതുവെ ചെയ്യാ അവർക്കുള്ള കണക്ഷൻസ് അത് എടുത്ത് ആ സെയിൽ ചെയ്ത് ഒരു നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഫാമിലി ബോണസ് ആണല്ലോ. ആ ഫാമിലി ബോണസ് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇപ്പൊ നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എനിക്ക് തോന്നുന്നത് ഈ മനോജ് സാറൊക്കെ 10 മാസം കൊണ്ട് 1 crore അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു ചരിത്രമാണ് അല്ലെ. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ചരിത്രമാണ്. നമുക്ക് കേൾക്കുന്ന ഒരു 5 വർഷത്തിലൊക്കെ ഞാൻ 1 crore അച്ചീവ് ചെയ്തു എന്ന് പറയുന്ന അങ്ങനെ അഭിമാനിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുക ഈ ഇൻഡസ്ട്രിയിൽ. എന്നാൽ ഈ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത നമ്മൾ ഈ പ്ലാന് ഫാമിലി ബോണസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കുറെ ആളുകൾ കുറച്ച് പൈസ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ ആളുകളെ കാണാനില്ല. നമുക്കൊക്കെ ടീമിലുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഇതൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അതിന്റെ ഒരു സ്ട്രാറ്റജിയിൽ, അതിന്റെ രീതിയിലേക്ക്, അതിന്റെ മോഡലിലേക്ക് നമ്മൾ പലപ്പോഴും നമ്മളെ ലീഡേഴ്സ് ഇതിനെടുക്കാറില്ല എന്നുള്ളതാണ്. കുറെ പൈസ ഉണ്ടാക്കണം, അതിനുവേണ്ടി ഓടും. അതിനോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള വിഷയം ഈ ഒരു ഫാമിലി ബോണസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് പിടിച്ചു വെച്ച് അല്ലെ നമുക്ക് എങ്ങനെയെങ്കിലും ലീഡേഴ്സിന് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂടെ വളരെ ആവേശത്തോടെ വന്ന ആളുകൾക്ക് ആഴ്ചകളോളം ചിലപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രി വരാത്തത് കൊണ്ട് തന്നെ അവർ പുറകിലേക്ക് പോകാനുള്ള സാധ്യതയൊക്കെ അങ്ങനെയുണ്ട്, ദുരനുഭവങ്ങളുണ്ട്. അപ്പൊ ഇതില് എങ്ങനെയാണ് ഇത് പറയാൻ മനസ്സിലാവില്ല. പക്ഷെ പല ആളുകൾക്ക് പല രീതിയിലേക്ക് ഇതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മോഡിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു രീതിയിലേക്ക് നമ്മൾ വരാത്തിടത്തോളം കാലം നമ്മൾ അച്ചീവ്മെന്റ് ഉണ്ടാവും. പക്ഷെ അത് ലോ മോഡലായി വളരെ ലോ ആയിരിക്കും നമുക്കുണ്ടാവും. നമ്മളെ കൂടുതൽ ആളുകൾക്ക് ഒരു പക്ഷെ ഇങ്ങനെ ഓടിപ്പോണ്ടാവും. അവരൊക്കെ പലതരത്തിലേക്കുള്ള അച്ചീവ്മെന്റ് നേടി പോകുന്ന സമയത്തും നമുക്ക് ഒരുപക്ഷെ കഴിഞ്ഞോളുന്നില്ല. ആ സമയത്ത് നമ്മളൊന്ന് പുനർചിന്തനം നടത്തുക എന്നുള്ള ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നമ്മൾ ഇപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മളെ ബയോട്ടോറിയത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഹെൽത്തും വെൽത്തുമാണ്. അല്ലെ, 2 കാര്യങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. നമ്മളെ പ്രസന്റേഷനിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള 2 മാറ്റേഴ്സ് ആണ്. ഒന്ന് ഹെൽത്ത് ആൻഡ് വെൽത്ത്. ഈ 2 വിഷയങ്ങൾക്കും വേണ്ട കാര്യം നമ്മൾ സത്യത്തിൽ ഇപ്പോ നമ്മൾ ഈ മോർണിംഗ് സൂമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഹെൽത്തിന് നമുക്കറിയാം, അത് ഏതൊരു കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ ഏതൊരു ആളുകളും ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തൊരു ചർച്ചയിൽ നമ്മൾ ആദ്യം പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ നേരത്തെ എണീക്കുക എന്നുള്ളത്. അല്ലെ, നേരത്തെ നന്നായിട്ട് ഉറങ്ങണം, ഉറക്കം നമുക്ക് കിട്ടണം, നേരത്തെ ഉറങ്ങുകയും നേരത്തെ എണീക്കുകയും വേണം. അപ്പൊ നമ്മളെ മുസ്ലിം കമ്മ്യൂണിറ്റിന് ഒരു വിഷയം പറയുകയാണെങ്കിൽ നമുക്ക് അതിൽ ഈ ഇശാ ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് 8 മണിക്കുള്ള ബാങ്ക് ഉണ്ട്. ഈ 8 മണിക്കുള്ള ബാങ്ക് കഴിഞ്ഞ ശേഷം അവിടെ ഭക്ഷണം കഴിഞ്ഞ് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യത്തിൽ പറയുന്നതാണ്. അങ്ങനെ അതിന്റെ നിയമം അങ്ങനെയാണ്, സംസാരിക്കാൻ പാടില്ല, നേരെ കിടന്നുറങ്ങണം സുഖമായിട്ട്. അപ്പോ മാത്രമല്ല നേരത്തെ ഭക്ഷണം കഴിക്കുന്ന വിഷയമൊക്കെ നമുക്കറിയാം. അങ്ങനെ നേരത്തെ ഭക്ഷണം കഴിക്കണം, നേരത്തെ ഉറങ്ങണം. രാവിലെ സുബഹിക്ക് മുമ്പേ എന്ന് പറഞ്ഞാൽ ഒരു 4 മണിക്കെങ്കിലും ആൾ എണീക്കണം എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അത് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീക്കുക എന്ന് നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി പറയും, അല്ലെ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഒക്കെ എല്ലാവർക്കും ഈ നേരത്തെ എണീക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ആ ഒരു എയറും അതുപോലെ തന്നെ ആ സമയത്തുള്ള നമ്മുടെ മൈൻഡും എല്ലാം വളരെ പക്കമായിരിക്കും, വളരെ ക്ലിയർ ആയിരിക്കും. അങ്ങനെ എണീക്കുന്ന ആളുകളാണ് വിജയിക്കുക എന്നുള്ളതാണ്, നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. ആ വിജയത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഏർലി മോർണിംഗിൽ നമ്മൾ എണീറ്റ് മറ്റൊന്നും നമുക്ക് തന്നെ മനസ്സിലാകും. നമ്മളൊരു വൈകി എണീക്കുന്ന ആളുകൾ, ഒരു 7 മണിക്ക് 8 മണിക്കൊക്കെ എണീക്കുന്ന ആളുകൾ, ആ ആളുകൾ പെട്ടെന്ന് ഓഫീസിൽ പോകേണ്ടി വരും, ജോലിക്ക് പോകേണ്ടി വരും, പല പ്രശ്നങ്ങളുണ്ടാവും. അല്ലെ, ഇനിയിപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണെങ്കിൽ തന്നെ അവർക്ക് അവരെ അസോസിയേറ്റ്സിന്റെ കൂടെ വർക്കിന് ഇറങ്ങുന്ന സമയത്തൊക്കെ ചാടിക്കുടഞ്ഞ് എഴുന്നേറ്റ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഇറങ്ങുമായിരുന്നു. അല്ലെ, ഒരു കറക്റ്റ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നേരത്തെ ആണെങ്കിൽ നമുക്കൊരു 4 മണിക്ക് എഴുന്നേൽക്കുകയാണെങ്കിൽ മിനിമം 5 മണിക്കെങ്കിലും എഴുന്നേൽക്കുന്ന ആളുകളാണ്. എന്താ അവർക്ക് ഒരു ദിവസം അധികം കിട്ടിയ പോലെ, ഒരു 1-2 മണിക്കൂർ നമുക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ പോലും ഒരു ദിവസത്തെ കൂടുതൽ സമയം കിട്ടിയ പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എനിക്കങ്ങനെ അനുഭവപ്പെടാറുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ആ സമയത്ത് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ സൂമിലാണെങ്കിലും 1 മണിക്കൂർ നമ്മളിതിൽ പഠിക്കുകയാണല്ലോ. പല ആളുകളും പലതരത്തിൽ നല്ല ഗ്രേറ്റ് ലീഡേഴ്സ്, നല്ല തരം ഇവിടെ ക്ലാസ്സുകൾ, കോച്ചിങ്ങുകൾ, ട്രെയിനിങ്ങുകൾ എല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകൾ, ആ കഴിവുകൾ വെച്ചിട്ട് ഓരോരുത്തർ അവരുടെ രീതിക്കനുസരിച്ച് നമുക്ക് പറയുന്ന സമയത്ത് ഒരുപാട് പോയിന്റുകൾ നമുക്ക് നോട്ട് ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ അത്ര വലിയ കഴിവുള്ള ആളെന്നല്ല, ഒരാളുടെ സംസാരമായിരിക്കും ആ ഒരു സമയത്ത് അത് നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തതിന്റെ ഭാഗമായിരിക്കും നമ്മളുടെ ഒരു മുന്നേറ്റം, അല്ലെ, നമ്മളൊരു വിജയം. ഒരൊറ്റ വാക്കായിരിക്കും ചിലപ്പോൾ. ആ വാക്ക് കടമെടുത്തുകൊണ്ട് അല്ലെ ആ വാക്ക് ഏറ്റെടുത്തുകൊണ്ട്
നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്ക് അതിൽ വിജയിക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ പലർക്കും പലതരത്തിലുള്ള അനുഭവം ഉണ്ടാവും. അതിന് വലിയൊരു മോട്ടിവേറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു കാഴ്ച കാണായിരുന്നു. ആ കാഴ്ച കാണുന്ന സമയത്ത് ഇങ്ങനെ എനിക്കും ആയിക്കൂടെ എന്ന് നമ്മുടെ ചിന്ത വരും. അത് ചില സമയങ്ങളിൽ നമ്മുടെ മൈൻഡിലെ ഒരു കോൺസെൻട്രേഷൻ വരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നേറണമെങ്കിലും വെൽത്തി ആയിട്ട് മുന്നേറണമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട് വേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മോർണിംഗിൽ നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. അത് ഹെൽത്തും വെൽത്തും നമുക്ക് നൽകുക രണ്ടും. അത് നമ്മൾ എത്ര കണ്ട് നേരത്തെ എണീക്കുന്നു, എത്ര കണ്ട് നമ്മൾ റിഫ്രഷ് ആവുന്നു, അത്ര കണ്ട് നമുക്കത് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മോർണിംഗിൽ വരണമെങ്കിൽ, മോർണിംഗിൽ 6 മണിക്ക് എണീറ്റ് വരണമെങ്കിൽ, ഇപ്പൊ അവിടെ നമ്മൾ ലേഡീസ് സഹോദരിമാരൊക്കെ ഉണ്ട്. അവർക്ക് രാവിലെ നമ്മളെ ജെൻസിന്റെ പോലെ അല്ല, നമുക്ക് രാവിലെ പല്ലൊക്കെ തേച്ച് അല്ലെ ബെഡ് കോഫി ഒക്കെ അവിടെ അങ്ങോട്ട് റൂമിലേക്ക് എത്തുന്ന ആളുകളായിരിക്കും മിക്കവാറും ആളുകൾ. കാരണം വെച്ചാല് അത് ലേഡീസ് എന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ സഹോദരിമാരുടെ കാര്യം, അവർ നേരത്തെ എണീറ്റ് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ. നമ്മള് മിക്കവാറും ആളുകൾ ഇതൊക്കെ ബെഡ് കോഫിക്ക് അവിടെ വന്ന് കിട്ടിയില്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പൊ ഇത് രണ്ടും ഒരു കോമ്പൻസേറ്റ് ഇത് വേണം. ഞാൻ പറഞ്ഞത്, ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇത്രയും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ഇത്രയും വാല്യൂ കൊടുത്തുകൊണ്ട് നമ്മൾ മോർണിംഗിൽ ഈ 6 AM നമ്മൾ കയറി വരണമെങ്കിൽ എന്തായാലും മിനിമം ഒരു 5:30 നമ്മൾ ബെഡിൽ നിന്ന് എണീക്കണ്ടേ അല്ലെ. ഈ 5:30 നമ്മൾ എണീക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെ ബയോളജിക്കൽ ക്ലോക്ക് നമ്മളെ അലാറം എണീക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അലാം വെച്ചിട്ടായിരിക്കും എണീക്കണം. ഇത്രയും പ്രയോറിറ്റൈസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇത് എണീക്കുന്ന സമയത്ത് ഇതിനൊരു വാല്യൂ നമ്മൾ കൊടുത്തോണ്ടല്ലേ അല്ലെ. ഒരു വാല്യൂ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇതിന് ചെയ്യാൻ കഴിയും? നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ അങ്ങനെ ഉറങ്ങി വരും. പിന്നെ അലാം അടിച്ചാൽ പോലും നമുക്ക് എണീക്കാൻ കഴിയില്ല. അലാം അങ്ങനെ ഓഫാക്കി ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണ് ഉദയം ഉണ്ടാവുക. അപ്പോ ഞാൻ പറഞ്ഞത്, ഇതിന് നമ്മുടെ ടോപ്പിക്കിൽ തന്നെ നമ്മൾ പറയുന്നത് റീ അറേഞ്ച് യുവർ വാല്യൂ സിസ്റ്റം എന്നുള്ളതാണ്. നമുക്ക് പല ആളുകൾക്കും പല തരത്തിലുള്ള വാല്യൂസ് ആണ്. ചില ആളുകൾ പറയും എനിക്ക് സമയമില്ല. നമ്മൾ വിളിച്ചപ്പോ രാവിലെ മോർണിംഗിൽ സൂമിൽ കയറുമ്പോ അതിൽ എത്ര നമുക്ക് മനോജ് സാറുടെ നമ്മുടെ അസോസിയേറ്റ്സ് ആയിട്ട് ഏകദേശം 3-3.5 ലക്ഷം ആളുകളുണ്ട്. എന്തായിരുന്നാലും നമുക്ക് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള 1000 ആളുകളെ കൂട്ടിക്കഴിഞ്ഞാൽ അവരെ എവിടെയാണ്, അവരെ കാണാനില്ലത് അല്ലെ. നമ്മൾ ഈ പല സൂമിലുണ്ടാവും, പല ടീമിന് സൂമുകളുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മൾ എല്ലാവരോടും കൂട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു 500 ആള് തികയില്ല എന്നുള്ള രീതിയിലേക്ക് പോകും. അപ്പൊ നമ്മളെ KBCയുടെ മെയിൻ സൂമിൽ തന്നെ ഇതാണല്ലോ. അപ്പൊ നമ്മൾ ഇതിന് വാല്യൂ കൊടുത്ത ആളുകൾ ചുരുക്കമാണ്. ഒരു പഠനത്തിന് വാല്യൂ കൊടുത്ത ആളുകൾ. അപ്പൊ ഈ വാല്യൂ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ മുന്നേറുക. അത് നമ്മുടെ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ അച്ചീവ്മെന്റിലും ഒക്കെ അതിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലെ. ഈ സമയമില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല എന്നുള്ളത് തുറക്കല്ല. ആ കാര്യം നമുക്കറിയാം. ഇവിടെ ഓരോ കാര്യത്തിലും അങ്ങനെ തന്നെയാണല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യത്തിന് നമുക്ക് സമയമില്ല എന്ന് പറയാൻ പറ്റുമോ? അവിടെ സമയമില്ല എന്ന് പറയുന്നതോടുകൂടി ആ വീടെന്തായി, പ്രശ്നങ്ങളായി. അവിടെ വീട്ടിൽ നമുക്ക് ഒരുപാട് തിരക്കുള്ള ആളുകളായിരിക്കും. പ്രത്യേകിച്ച് ജെൻസ് ഒക്കെ ആണെങ്കിൽ പുറത്തിറങ്ങി പല സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും ഒക്കെ വളരെ നന്നായിട്ട് തിളങ്ങുന്ന ആളുകളായിരിക്കും. വീട്ടിൽ വന്നാലോ, വീട്ടിൽ ഭാര്യയോട് ഭയങ്കര പ്രശ്നമായിരിക്കും, മക്കളോട് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെ. ഇവിടെ നമ്മളൊരു പറയാറില്ലേ, നമ്മളൊരു കുടുംബത്തില് അല്ലെ, നമ്മൾ ആദ്യം നന്നായി ആ കുടുംബത്തെ നന്നാക്കി അങ്ങനെ സമൂഹത്തിൽ നന്നാക്കാം. നേരെ മറിച്ച് ചില ആളുകളൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മുടെ പൊളിറ്റിക്സിലൊക്കെ നമ്മളെല്ലാരെയും ഒരുമിച്ച് അടച്ചാക്ഷേപിക്കില്ല. അല്ല, പ്രശ്നം എന്താണ്? ഒരു ഇമ്മോറലായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കറക്റ്റായിട്ട് നമ്മളെ ക്യാരക്ടറൊക്കെ ഒന്ന് ശരിയാക്കി എടുത്ത് നമ്മളെ കുട്ടികളെയും നമ്മളെ ഭാര്യമാരെയും അല്ലെ ആ രീതിയിലേക്ക് നമ്മളെ കുടുംബത്തേക്ക് ഒന്ന് ശരിയാക്കി എടുത്ത് അങ്ങനെ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് വലിയൊരു മാതൃകയായിട്ട് ആ സമൂഹം നോക്കണം. ഇപ്പൊ സമൂഹം ആകെ തകിടം മറിയാനുള്ള മെയിനുള്ള കാരണം വെച്ചാൽ സമൂഹത്തെ നയിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആളുകൾ വളരെ ചുരുക്കമാണ്, വളരെ റെയറാണ്. മറ്റതൊക്കെ പല തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ കൊടുക്കുന്ന വാല്യൂ, നമ്മളെ പ്രയോറിറ്റി, നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ആ പ്രയോറിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ അതിന് വില കൊടുക്കുക, നമ്മൾ അതിലേക്ക് ഇൻവോൾവഡ് ആവുക എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ അപ്പൊ ചില ആളുകൾക്ക് 3-4 കാറ്റഗറൈസ് നമുക്ക് ഈ വാല്യൂ നമുക്ക് പറയാം, പ്രയോറിറ്റി. നമുക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അതേപോലെ തന്നെ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വിഷയമാണ് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും, പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ. അതിന്റെ നേരെ താഴെയായിട്ട് നമുക്കൊരു ഹൈ പ്രയോറിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന്റെ താഴെ നമുക്ക് ഒരു ലോ പ്രയോറിറ്റി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ പറയാം. 4-മത്തെ നമ്മൾ പറയുമ്പോൾ നോട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ സിസ്റ്റം അല്ലെ, ഒരു വാല്യൂ. ആ
അതിനെ 4 കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും, നമ്മൾ എന്തിലാണോ നമ്മൾ ഇപ്പോ പ്രയോറിറ്റി കൊടുത്തിട്ടത് അല്ലെങ്കിൽ വാല്യൂ കൊടുത്തിട്ടത്. നമ്മൾ വാല്യൂ സിസ്റ്റത്തിൽ നമുക്കൊരു വാല്യൂ സിസ്റ്റം എന്നാണ് പറയുന്നത്. ഈ വാല്യൂ സിസ്റ്റത്തിൽ ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമ്മൾ എന്തിലാണ് ഇപ്പോ നിലനിൽക്കുന്നത്? നമ്മളൊന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയത്. നമ്മൾ കേൾക്കുമ്പോ എഴുതുന്ന ആളുകളാണ് വെറുതെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം എന്തൊക്കെ പ്രയോറിറ്റി ആയിട്ടില്ല, നമ്മൾ ഏതിലാണ് ഇപ്പൊ ടോപ്പ് മോസ്റ്റിൽ ഹയസ്റ്റിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. ചില ആളുകൾക്ക് അത് കുടുംബമായിരിക്കും, ഫാമിലി ആയിരിക്കും അല്ലെ. ചില ആളുകൾക്ക് അത് ബയോട്ടോറിയം ആയിരിക്കും. ഇപ്പൊ മോർണിംഗിൽ 6 മണിക്കാണ് എണീറ്റിട്ട് ബയോട്ടോറിയത്തിന്റെ പ്ലാൻ കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഇറങ്ങുന്ന ആളുകളുണ്ടാവും. ബൈക്കിലായാലും ട്രെയിനിലായാലും ഒക്കെ ഇറങ്ങുന്ന ആളുകൾ അവിടുന്ന് പിക്കൊക്കെ എടുത്തിട്ട് അയക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടു പോകും അല്ലെ. ഇവർ ഇപ്പൊ തന്നെ ഫീൽഡിൽ ഇറങ്ങിയോ. അപ്പൊ അവർക്ക് മോസ്റ്റ് ആയിട്ടുള്ള, അത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് അതായിരിക്കും. ചില ആളുകൾക്ക് പൊളിറ്റിക്സ് ആയിരിക്കും, രാഷ്ട്രീയമായിരിക്കും അല്ലെ. ചില ആൾക്കാർക്ക് കളിയായിരിക്കും. അത് കളി എന്ന് പറയുന്നത് നമ്മളെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു ആ രീതിയിലേക്ക് പോകുന്ന ആളുകളുണ്ടാവും. എന്തായിരുന്നാലും ആ രീതിയിലേക്ക് നമ്മൾ മോസ്റ്റ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ട് നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇല്ലേ. അത് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എവിടെയാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അതുപോലെ തന്നെ കൂടുതൽ പണം ചെലവഴിക്കുന്നത്, അവിടെയാണ് നമ്മുടെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ. ചില ആളുകൾ ഡ്രസ് വാങ്ങാനായിരുന്നു പൈസ. ടെക്സ്റ്റൈൽസിലോ കയറി കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസുകാർ പ്രാഗിയിട്ട് അവിടുത്തെ സെയിൽസ് ബോയും സെയിൽസും ഗേളൊക്കെ പ്രാകും. ഇവരെങ്ങനെ പോയി കിട്ടിയാൽ മതി അല്ലെ. അടിയത്തെ ഫ്ലോറിൽ നിന്ന് തുടങ്ങി മുകളിലത്തെ ഫ്ലോർ വരെ പോയി എല്ലോ വാരി വലിച്ചിട്ട് അവസാനം 150 റുപ്യന്റെ ഒരു കൈലി കൊണ്ടും വാങ്ങിയിട്ട് ഇറങ്ങിപ്പോരുന്ന പരിപാടി ഉണ്ടോ? അല്ലെങ്കിൽ ഒന്നും വാങ്ങാതെ ഇറങ്ങിപ്പോറുണ്ട്. ഞാൻ പറഞ്ഞത് ചില ആൾക്കാർ ഡ്രസ്സിങ്ങിലായി, ചില ആൾക്കാർ ഫുഡായി. എനിക്കൊന്നും വേണ്ടാന്നൊക്കെ പറയും, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട് എന്നൊക്കെ പറയും. എന്നാലോ ഫുഡിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ മറന്ന് അല്ലെ വയറ് ഇമാമാക്കിയിട്ട് മുന്നോട്ട് തള്ളിക്കൊണ്ട് അങ്ങനെ പോകും. അങ്ങനെ പലതരത്തിൽ പ്രയോറിറ്റിയാണ് പല ആളുകൾക്കും ഉള്ളത്. അപ്പോ ചില ആളുകൾക്ക് റീഡിങ് ആയിരിക്കും രാവിലെ. അവര് ഇങ്ങനെ ഏത് സമയം ആ ബുക്കുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ ഇതിലാണെങ്കിൽ നമ്മൾ ഓഡിയോ ബുക്സ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതുമായി നന്നായിട്ട് വായിക്കുന്ന ആളുകളായിരിക്കും. ആ വായിച്ച് അവര് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചില ആളുകളൊക്കെ നമ്മളിങ്ങനെ പ്രൊജഡൈസ് ചെയ്യും, ഇവരൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ. ഞാൻ തന്നെ എനിക്ക് പെരുന്നാളവര് ഈ പഴയ മാർക്കറ്റ് ഉണ്ടല്ലോ, സ്ക്രാപ്പിന്റെ പരിപാടി, ആ സ്ക്രാപ്പ് വിൽക്കുന്ന അത് വാങ്ങി വിൽക്കുന്ന അതിന്റെ ഒരു ഡീലർ ഉണ്ട്. അപ്പൊ ഞാൻ വെറുതെ അദ്ദേഹത്തിന്റെ നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞ് നമ്മൾ പഞ്ചക്കരണ കോൺസെപ്റ്റ് പറയാൻ വേണ്ടി ചെന്നപ്പോ ഇദ്ദേഹം കുറച്ച് സമയം എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിന് അറിയാത്ത രാമായണം, ഭഗവത്ഗീത, അതുപോലെ ബൈബിള്, ഖുറാൻ വരെ മുസ്ലിമാണ്, ഖുറാനും ഇങ്ങനെ തുടങ്ങി ഇയാള് സംസാരിച്ചപ്പോ ഞാൻ അന്തം വിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കുന്ന സമയത്ത് ഇയാള് അവിടെ വരുന്ന ഏകദേശം ഈ പഴയ ബുക്കുകളൊക്കെ വരുമല്ലോ, ആ ബുക്കുകളൊക്കെ ഇരുന്ന് വായിക്കാണ്. അങ്ങനെ ഭയങ്കര നോളജിന്റെ മഹാസമുദ്രമായിട്ട് ഇത് നിൽക്കണം. നമ്മളിപ്പോ സാധാരണ സ്ക്രാപ്പ്, ഞാനത് കുറച്ച് പറയല്ല, സ്ക്രാപ്പിന്റെ വിഷയം പറയുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ സമൂഹത്തിൽ ഇങ്ങനെ ഒരു രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചില ആളുകൾക്ക് റീഡിങ് ആയിരിക്കും, ചില ആളുകൾക്ക് ലേണിംഗ്, അങ്ങനെ പല തരത്തിലേക്കുള്ള വിഷയങ്ങളായിരിക്കും. ചില ആൾക്കാർക്ക് ഹെൽത്ത് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലെ. എത്ര ഭക്ഷണം ഉണ്ടെങ്കിലും അങ്ങനെ ആ രീതിയിലേക്കാണെങ്കിലും വളരെ കുറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ആളുകൾ നമ്മൾ കാണാൻ പറ്റും, നമ്മളെ മുന്നിൽ കാണാൻ പറ്റും. ഇത്ര നല്ല വിശിഷ്ടമായ സാധനങ്ങൾ ഉണ്ടെങ്കിലും, രുചികരമായ സംഭവം ഉണ്ടെങ്കിലും വളരെ കുറച്ച് കഴിച്ച് എണീറ്റ് പോകുന്ന ആളുകളുണ്ട്. നമുക്കൊന്നും കഴിയാത്ത വിഷയങ്ങളാണ്. അപ്പൊ ഇതിൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തതുകൊണ്ടാണ്. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലേക്കാണ് നമ്മൾ ഈ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിരിച്ചത്. അപ്പോ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രയോറിറ്റി നമുക്ക് എങ്ങനെയാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കും, ഏറ്റവും കൂടുതൽ നമ്മുടെ മണി ചെലവഴിക്കുന്നത്, പണം ചെലവഴിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ഏതാണോ അതാണ് നമ്മളെ ഹൈ പ്രയോറിറ്റി അല്ലെങ്കിൽ മോസ്റ്റ് പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഏരിയ എന്ന് നമുക്കറിയാം. അത് കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്. അതാണ്. അപ്പോ നമ്മൾ എന്താണ് വേണ്ടത് ഇനി? നമുക്ക് ഈ ഒരു വിഷയങ്ങള് ഇതിന് നമുക്ക് നിലവിൽ നമുക്കുള്ള പ്രയാസങ്ങൾ, പക്ഷെ നമുക്ക് ഇതില് ബയോട്ടോറിയം നമുക്ക് എടുക്കാം. നമ്മൾ ചർച്ച അതാണ്. ഇവിടെ നിന്ന് അച്ചീവ്മെന്റ് നമുക്ക് ഉണ്ടാവണില്ല, അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിലേക്കുള്ള കരുതിയതുപോലെ നമ്മൾ മൂവ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം നമ്മളെ കയ്യിലാണുള്ളത്. കാരണം നമ്മൾ ആ എവിടെയാണ് ഇപ്പൊ ബയോട്ടോറിയത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഈ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോ ഇതില് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇതിലൊരു നമ്മൾ പ്രയോറിറ്റി ബക്കറ്റ് എന്ന് പറയും. ഈ പ്രയോറിറ്റി ബക്കറ്റിൽ കുറെ സംഗതികൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മളെ പൊളിറ്റിക്സ് ഉണ്ട് അല്ലെ, നമ്മളെ ബിസിനസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിവിടെ സെക്കൻഡ് ടൈം ആയിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആ ബക്കറ്റിൽ ഇടാൻ പറ്റും. നമുക്ക് നമ്മളെ കുട്ടികളുടെ കാര്യങ്ങളുണ്ട്, നമ്മളെ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ
ബക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ആ പ്രയോറിറ്റി ബക്കറ്റിൽ നമുക്ക് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ അത് ഒന്ന് കൂട്ടി കുഴച്ച് അതിൽ നിന്ന് നമ്മൾ ഏറ്റവും നമ്മൾ വിജയിക്കേണ്ട ഭാഗം ഏതാണെന്നോ നമ്മൾ സെലക്ട് ചെയ്തു. എസ്പെഷ്യലി നമ്മൾ ബയോട്ടോറിയം, ഈ ബയോട്ടോറിയത്തിൽ അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് ആയിട്ട് നമ്മൾ അതിന് സമയം കൊടുക്കുക എന്നതാണ്. ഹൈ പ്രയോറിറ്റി നമ്മൾ അവിടെ കൊടുക്കുക. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെ പഠിക്കാനുള്ള സമയം ഇപ്പൊ നമ്മള് മോർണിംഗ് സൂമില്, അതുപോലെ തന്നെ നമ്മള് ആഴ്ചയിൽ 2 സൂം ഉണ്ട്, അതുപോലെ തന്നെ നമ്മള് BOP കളുണ്ട് അല്ലെ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തി പഠനമാണ് സത്യത്തിൽ അല്ലെ, പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഓരോ അച്ചീവേഴ്സും ആരാണ്? പെർഫോമേഴ്സ് ആണ്. പെർഫോമേഴ്സ് അല്ലാതെ അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അതായത് പഠനം, ആ പഠനത്തിന്റെ ഭാഗമായി കിട്ടുന്ന കോൺഫിഡൻസ്, ആ കോൺഫിഡൻസുമായി വന്നപ്പോൾ നമുക്ക് ഒരാളെടുത്ത് നമ്മൾ ഇതിന്റെ പ്രസന്റേഷൻ പോവാണ്. ഈ പ്രസന്റേഷൻ പോകുന്ന സമയത്ത് ആ ഒരു വ്യക്തി ഒരു പക്ഷേ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ആ വ്യക്തി നമ്മളെക്കാളും കൂടുതൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണ്ടാവും അവിടെ നമ്മുടെ മനസ്സൊക്കെ പ്രശ്നമാണ് അല്ലെ, ആകെ ട്രബിളായി. ഇയാളോട് ഞാൻ എങ്ങനെ പറയും, എന്ത് പറയും എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പ്രയാസം വരാറുണ്ട്. അതിന്റെ കാരണം ഉണ്ടാവും നമ്മൾ അതിൽ കോൺഫിഡൻസ് ഇല്ല. നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന വിഷയത്തിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. ഇപ്പൊ നമ്മുടെ സെലിംകൊക്കെ എപ്പോഴും പറയുന്നത്, ഞാൻ ഡോക്ടർമാരുടെ അങ്ങനെ പറഞ്ഞു അല്ലെ, കുറെ ഡോക്ടർമാരുടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും നമ്മൾ ഇതിൽ കുറെ ആളുകൾ ഇപ്പൊ ഹംസ സാറൊക്കെ 2-3 ഡോക്ടർമാർക്ക് കൊണ്ട് കൊടുത്ത് അവർക്ക് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, അവർക്ക് റിസൾട്ട് കിട്ടി, അവർ ആ കാര്യങ്ങളും. അപ്പൊ പല ആളുകളും ആ രീതിയിലേക്ക് നമ്മൾ അറിയുന്ന ആളുകളെ പറഞ്ഞു. എന്തായിരുന്നാലും ഇതൊക്കെ എന്തിന്റെ ഭാഗമാണ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഹൈ ലെവലായിട്ട് നമ്മളത് എഡ്യൂക്കേറ്റ് ചെയ്യും, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അത് കാര്യം നമുക്കറിയാം, നമ്മൾ അത്ര മറ്റൊന്നും അറിയില്ല. ഇപ്പൊ നമ്മൾ ഇവിടെ അമേരിക്കയിൽ ഒരു IT കമ്പനി നടത്തിയിരുന്നു, ഇപ്പൊ നാട്ടിലാണ് ഒരു IT കമ്പനി നടത്തുന്ന ഒരു പേഴ്സണാലിറ്റിയെ നമ്മൾ അവള് കോടികൾ ആസ്തികളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ വിഷയം പറഞ്ഞ ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, അത് ഇങ്ങനെ ഉണ്ടാകും. കാരണം അദ്ദേഹം ചെയ്യുന്നത് ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലെ കുറെ ആളുകൾക്ക്, ഡോക്ടേഴ്സിനൊക്കെ ആ രീതിയിലേക്കുള്ള ആപ്ലിക്കേഷൻസ് ആണ്, സോഫ്റ്റ്വെയർസ് ആണ് അവരുണ്ടായിരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ച വിഷയങ്ങൾ നമ്മളടുത്ത് പറയണം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞാലും നമുക്ക് അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഈ നമ്മൾ പഠിച്ച വിഷയം നമ്മൾ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അയാൾക്ക് അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും കൊടുത്തപ്പോൾ അദ്ദേഹം അത് പഠിച്ച കാര്യങ്ങൾ, പ്രൊഡക്റ്റ് നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്ന് ലാസ്റ്റ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു, അദ്ദേഹം സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് നമ്മൾ പഠിക്കുക എന്നുള്ള വലിയ വിഷയം തന്നെയാണ്. ഈ പഠനം ആണ് നമുക്ക് കോൺഫിഡൻസ് നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മൾ ഈ കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പോ നമ്മുടെ വിഷയം അതല്ല, നമ്മുടെ പ്രയോറിറ്റൈസേഷൻ, നമ്മളെ വാല്യൂ കൊടുക്കേണ്ടത് നമ്മൾ ഏതിനാണ്. പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു, കുടുംബവുമായി ബന്ധപ്പെട്ട കേസ്. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് കുടുംബത്തിനാണോ അതോ നമ്മുടെ ബിസിനസ്സിനാണോ എന്നുള്ള ഒരു ചെറിയൊരു വിഷയമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അത് ബിസിനസ്സിന് കൊടുത്തേ പറ്റും. അത് സെക്കൻഡ് പ്രയോറിറ്റി മസ്റ്റ് ആയിട്ടും നമ്മുടെ കുടുംബത്തിന്. ഇനി അതിൽ ആർക്കെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ കമന്റ് ഒക്കെ ചെയ്യാം. ആർക്കെങ്കിലും അത് പ്രയാസമുള്ള കാര്യമല്ല. കാരണം വെച്ചാൽ ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്ത് നിൽക്കണം. അപ്പൊ നമ്മൾ കുടുംബം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എസ്പെഷ്യലി നമ്മളെ വൈഫ് അല്ലെ, അവര് നമ്മളെ ഏതുവരെയാണോ അനുവദിക്കുന്നത് അതുവരെയാണ് നമ്മുടെ വിജയം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കുടുംബത്തിൽ നല്ല സുന്ദരമായുള്ള ലൈഫിലാണ് അച്ചീവ്മെന്റ് കൂടുതലുണ്ടാവും. അവർക്ക് അച്ചീവ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ കുടുംബം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ പ്രയോറിറ്റി ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ, എസ്പെഷ്യലി നമ്മുടെ ബയോട്ടോറിയത്തെ നമ്മൾ ഫ്രണ്ടിൽ ഏറ്റവും ബക്കറ്റിന്റെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ കയറ്റി വെക്കുന്നത് നമ്മുടെ ബയോട്ടോറിയത്തിനാണെങ്കിൽ തൊട്ടടുത്ത് നമ്മൾ കയറ്റി വെക്കേണ്ടത് നമ്മുടെ കുടുംബത്തെയാണ്, നമ്മളെ ഫാമിലിയെയാണ്. അപ്പൊ ഫാമിലിയെയും നമ്മൾ ആ രീതിയിൽ പോയത്. പിന്നെ അതിന് താഴെ ഏതാണ്? എന്തായാലും നമ്മൾ ആ ബക്കറ്റിലുള്ള സാധനങ്ങളാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്തായിരിക്കും പൊളിറ്റിക്സ് ഒക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പൊളിറ്റീഷ്യനായിരുന്നു. വലിയ ലെവലിലൊക്കെ നമ്മൾ ഇതുപോലെ പ്രസംഗിക്കാനും ഇതിലൊക്കെ പോയി കാര്യമായിട്ടൊക്കെ പോയിരുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ബിസിനസ് ഏറ്റെടുത്തപ്പോ ഞാൻ പൊളിറ്റിക്സിൽ നമ്മുടെ നാട്ടിലുള്ള ചെറിയ പ്രോഗ്രാമിന് വരെ വിളിച്ചാൽ നമ്മൾ പോകില്ല. കാരണം ചില പോയി കഴിഞ്ഞാൽ നമുക്കതൊരു ഹരമാണ്. നമ്മുടെ ഒരു ഹരം, ചില ആളുകൾക്ക് ഒരു ഹരമാണ്, അതിലങ്ങനെ പോയി പോകും. അപ്പൊ നമ്മൾ അതിന് പോകില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ നേരത്തെ നമ്മൾ നാട്ടിലെ എല്ലാ പരിപാടിക്കും നേരത്തെ എത്തും. ഒരു കല്യാണമാണെങ്കിൽ നേരത്തെ എത്തും. അവിടുത്തെ എത്ര ദിവസം മുമ്പ് കല്യാണം തുടങ്ങിയാൽ അവിടെ നമ്മളുണ്ടാവും. അതൊരു മരണ വീടാണെങ്കിൽ അവിടെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പിൽ ഉണ്ടായിരുന്നു. അത് എന്റെ അനുഭവം പറയണമെങ്കിൽ. പക്ഷെ ഇപ്പൊ ഹംസസാർക്ക് അറിയാം,
ഞങ്ങള് നമ്മുടെ ഈ ഒരു വർക്ക് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ കാര്യങ്ങൾ പോകണം. അതിന്റെ ഇടയിൽ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യത്തിൽ പലരും പറഞ്ഞു നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്ന സംഭവം ഇത് കൂട്ടി വൈകുന്ന സംഭവം. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ട്. നമ്മുടെ നാട്, നമ്മുടെ വീട്, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മളെ പൊളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കുക, നമ്മളെ ബിസിനസ് കൊടുക്കുക. അതുകൊണ്ട് എന്താണെന്ന് ഇപ്പോ പല ആളുകൾ നമ്മളെക്കാൾ ശേഷം വന്ന ആളുകൾ, പുതിയ വന്ന ആളുകളൊക്കെ അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെന്തായിരുന്നു ഇപ്പോഴും നമ്മൾ ആ ഇരുത്തം ഇരിക്കണം. നമ്മള് പല കാര്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മൾ എവിടെ നിൽക്കുന്നത്? ഈ ചക്കിൽ കെട്ടിയ കാളാന്നറിയും. ഇപ്പൊ അത് ചിലപ്പോ പല കാരണന്മാർക്കൊക്കെ അറിയുണ്ടാവും അല്ലെ? ചക്കിൽ കെട്ടിയ കാള. മൂപ്പര പരിപാടി എന്താ? അതിന്റെ ചുറ്റോറം ഇങ്ങനെ ഓടുകയാണ്. ബയോടോറിയത്തിൽ ഐഡിയ അടിച്ചിട്ടുണ്ടാവും. ആ ചുറ്റോറം അങ്ങനെ 4 ആൾക്കാർക്ക് സാധനം കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് 1-2 ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും, ബാക്കിയുള്ള ആൾക്കാർ നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. ഇവനെന്ത് ചെയ്യും? ഇവനിതിങ്ങനെ റൗണ്ട് ചെയ്യാണ്. കാള എങ്ങോട്ടും എത്തുന്നുണ്ടോ? കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് എത്തൂലല്ലോ. കാള തുടങ്ങിയിടുന്ന അവിടേക്ക് തന്നെ പോവാ അല്ലെ? അതുപോലെ ചക്കിക്കെട്ട് കാളയെ പോലെയാണ് നമ്മൾ മിക്കവാറും ആളുകളും. അതിന്റെ മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ കൊടുക്കേണ്ട വാല്യൂ നമ്മുടെ സിസ്റ്റം നമ്മൾ റീ അറേഞ്ച് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴും നമ്മൾ പഴയ ആ വിഷയത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരിച്ചൊന്നും നമ്മൾ ചെയ്ത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ച് ആ കാര്യങ്ങളൊന്നും നോക്കി നമ്മൾ ഇപ്പൊ നമ്മുടെ പ്രയോറിറ്റി നമ്മൾ ഏതാണ് കൊടുത്തിട്ടുള്ളത്, ആ പ്രയോറിറ്റി അങ്ങനെ കൊടുത്ത് നമ്മൾ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഒന്ന് നമ്മൾ ചെയ്യണം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. കഴിയില്ല എന്ന് തന്നെ ആയിരിക്കും നമ്മളെ ഇത് കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ഈ റീ അറേഞ്ചിങ് മസ്റ്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ബിസിനസ്സിന് ഏറ്റവും ഫസ്റ്റില് നമ്മളൊരു പ്രയോറിറ്റി കൊടുത്തു. സെക്കൻഡിലി നമ്മൾ നമ്മളെ ഫാമിലിക്ക് കൊടുത്തു. തിരിച്ചു ആവാം, ഫാമിലിക്ക് ഫസ്റ്റ് കൊടുത്തു. ചില ആൾക്കിപ്പോ അത് ഫാമിലിയും ഹസ്ബൻഡും വൈഫും ഒക്കെ കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ രണ്ടാളോടും കൂടി എന്നെ ചീത്ത പറയാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അതിയാൻ ഇങ്ങനെയാണ്, നിങ്ങൾ ഈ ബുദ്ധിമുട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നും അത് പറയണം. അപ്പൊ എന്തായാലും ആ 2 കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മളിപ്പോ വീട്ടിലെ ഫാമിലിയിലെ കാര്യങ്ങൾ വേണം, നാട്ടിലെ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആവണം. കാരണം എന്താ വെച്ചാൽ നമ്മളെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്, നമുക്ക് കുറെ ആളുകളൊക്കെ വേണം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ സാമൂഹികമായിട്ട് നമുക്ക് അതൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 3 വർഷം നമ്മള് സാറുമാര് പറയാറുണ്ട് അല്ലെ, ഒരു 3 വർഷം നമ്മൾ ഈ കംഫർട്ട് സോണൊക്കെ ഒന്ന് പൊട്ടിച്ചുകൊണ്ട്, ഇപ്പൊ ചില ഞാൻ പലപ്പോഴും വീട്ടിൽ പറയാറുണ്ട്, നേരത്തെ നമ്മളെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. കാരണം ഞങ്ങൾ അത്രയും രീതിയിൽ ഒരു ദിവസം ഒഴിവുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആയിരിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. കാരണം അങ്ങനെ ഒരു ഇതില് പോയിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളിങ്ങനെ പുറത്തിറങ്ങി ചിലപ്പോ പുറത്തൊക്കെ പോയി നിൽക്കേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ എത്രയോ ആളുകൾ ഗൾഫിൽ പോകുന്നുണ്ട് അല്ലെ? ഗൾഫിൽ പോകുന്നുണ്ട്. ഒരു പോയി കഴിഞ്ഞാൽ വർഷങ്ങൾ 2-3 വർഷം കഴിഞ്ഞിട്ട് ആ തിരിച്ചു വരിക. അങ്ങനെ കരുതിക്കോ തൽക്കാലം അല്ലെ, ഞാൻ ഗൾഫിലാണെന്ന് കരുതിക്കോ എന്നാണ് ഇപ്പൊ നമ്മുടെ ഡയറക്റ്റ്. അപ്പൊ അത് ശരിയായി, ഏകദേശം ഒക്കെ ശരിയായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതിലൂടെ വിജയിക്കണമെങ്കിൽ ഈ രീതിയിലേക്കുള്ള ഒരു ചേഞ്ച് മസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഫാമിലി നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യും. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടെയാണ് നമുക്ക് വിജയിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ എന്താവും, ആകെ ഡെസ്പറേറ്റ് ആവും അല്ലെ? ഇവിടെ വരുമ്പോ ആകെ പ്രശ്നം, കച്ചറ, വിളിച്ചാലും കച്ചറ, വിളിച്ചാൽ ഫോൺ എടുക്കൂല, അങ്ങട്ടെ ഇങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും തികയൂല. അങ്ങനെയാണ് പ്രശ്നം. പ്രത്യേകിച്ച് നമ്മളെ വാൾട്ടോരത്തിലൊക്കെ അല്ലെ, നമ്മൾ മൾട്ടി ലെവൽ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് ആളുകൾക്ക് ആ പ്രയാസങ്ങൾ ഉണ്ടാവും. നമ്മൾ മറ്റുള്ള ഇതിൽ നിന്നൊക്കെ മാറി ഇതിലേക്ക് ഫുൾ ടൈം ചെയ്യുന്ന സമയത്തുള്ള ഫസ്റ്റിലെ ഒരുപാട് കടമ്പകൾ കിടക്കാണ്ട് നമുക്ക് അതൊക്കെ പല ആൾക്കാരുടെ അനുഭവം ഉണ്ടാവും. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കാൻ നമ്മുടെ ഫാമിലി ക്ലിയർ ആയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സംഭവം, ഏറ്റവും പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട വിഷയത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. അത് നമ്മുടെ ബയോട്ടോറിയം എന്നുള്ള നമ്മുടെ ബിസിനസ് ആണ് എന്നുള്ള നമുക്ക് തർക്കമില്ല. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫാമിലി കൊടുക്കാം, അതിനുശേഷം നമുക്ക് പൊളിറ്റിക്സിലെ ആളുകൾക്ക് പൊളിറ്റിക്സ് കൊടുക്കാം, അതിനുശേഷം നമുക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് ആണെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം അല്ലെ? ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ ആ രീതിയിലേക്ക് നമ്മൾ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ രീതി പലരും പ്രയോറിറ്റി വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഇതിന് ജീവിതത്തിൽ വിജയം മാറ്റം വരുത്തണമെങ്കിൽ നമ്മളെ ഐഡന്റിറ്റി ചേഞ്ച് ആവണമെങ്കിൽ, നമ്മൾ നിലവിൽ നമ്മളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ അത് നമ്മളെ മനോജ് സാറെ പോലെ ഒരു കോടീശ്വരൻ ആവണമെങ്കിൽ അതാണ് ഐഡന്റിറ്റി. നമ്മൾ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതാണ് നമ്മളിപ്പോ നിലവിലുള്ള ഐഡന്റിറ്റി. എന്നിട്ട് മറ്റുള്ള നാട്ടുകാരൊക്കെ നന്നാക്കിയിട്ട് വീട് നന്നാക്കാൻ നമുക്ക് പറ്റണില്ല, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് വേണ്ടത്ര രീതിയിൽ സാമ്പത്തികമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റണില്ല, പട്ടിണിയാണ് അല്ലെ? കതറൊക്കെ നന്നായിട്ട് വെളുത്ത ഷർട്ടും പാൻറ്റൊക്കെ നമ്മൾ ഇട്ട് തുണിയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വരുന്ന സമയത്ത് പരമ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, മറ്റുള്ളവർ പറയാനും പറ്റില്ല. അങ്ങനെ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് ആ പ്രയോറിറ്റി നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് താഴെയിട്ട് കൊടുക്കാം അല്ലെ? കുറച്ച് സമയം ഒഴിവുള്ള സമയങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കൂടി കൊടുക്കാം, ബാക്കിയുള്ള വിഷയങ്ങൾ കൊടുക്കാം
അല്ലെ? അങ്ങനെ ആ രീതിയിലേക്ക് നമ്മളൊന്ന് റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് സംസാരിക്കാനുള്ള വിഷയം. അതാണ് നമ്മൾ റീഅറേഞ്ച് വാല്യൂ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞപ്പോ ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകൾ ഇത് എന്താണ് പോപ്പ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവില്ല വിഷയം. പക്ഷെ നമ്മൾ വളരെ സിമ്പിൾ ആണ് കാര്യം. ഒന്നുമല്ല, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് വാല്യൂ നമുക്കുണ്ട്. നമ്മൾ മറ്റുള്ള ആളുകളുടെ കാര്യത്തിന് ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഉൾപ്പെടുന്ന ആളുകൾ അത് നമ്മുടെ ഈ ബിസിനസ്സിലെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ്. ഞാൻ വേണം, ഞാൻ ഇത് ഇന്ന് എനിക്ക് ഇവിടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാതെ എനിക്ക് പറ്റൂല. കാരണം എന്നെ നോക്കിക്കൊണ്ട് കുറെ ആളുകൾ ഉണ്ടാവും, കുറെ ലീഡേഴ്സ് അസോസിയേറ്റ്സ് എനിക്കുണ്ട്, അവരെ വിജയിപ്പിക്കൽ എന്റെ ഇതാണ്. ആ രീതിയിലേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്തേ പറ്റൂ. അത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് അതിന് സയന്റിഫിക്കലുണ്ട്. നമുക്ക് കാര്യം പറയുകയാണെങ്കിൽ 2 കേസ് നമ്മൾ ഒരു ടേബിളൈസ് ചെയ്യാം. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ട് വാല്യൂ, ഇപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ നമ്മുടെ വാല്യൂ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതുക, അല്ലെ? ഇത് വെറുതെ ഇങ്ങനെ കേട്ടുപോയാൽ പോലല്ലോ നമ്മള്. കാരണം ഞാൻ സത്യത്തില് ഇത് നിങ്ങൾക്ക് പറയുന്ന സമയത്ത് ഞാനിത് എന്താ പറയാ, ഇത് ഇംപ്ലിമെന്റ് ചെയ്തൊരു സംഭവമാണ്. ഞാൻ കുറച്ച് മുമ്പ് ഈ ഒരു വിഷയം കേട്ടപ്പോ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയ സമയത്ത് ഇംപ്ലിമെന്റ്, അതാണ് ഞാൻ കുറെ മാറ്റങ്ങൾ വരുത്തിയത് പറഞ്ഞത്. സമയം നമ്മൾ ഇതിലേക്ക് കൂടുതൽ കൊടുക്കാനും മറ്റുള്ള പല കാര്യങ്ങളൊന്നും മെല്ലെ 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 ഒരുമിച്ച് പോരാനൊന്നും കഴിയില്ല. മെല്ലെ മെല്ലെ പോന്ന് ഇതിലേക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പൊ 24/7 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയത് നമ്മളിത് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കറണ്ട് വാല്യൂ ആയിട്ട്, അല്ലെങ്കിൽ കറണ്ട് നമ്മുടെ നിലവിലുള്ള നമുക്ക് ഏതൊക്കെയാണ് നമ്മൾ വെറുതെ എഴുതി നോക്കും. ഒരു പേന എടുത്ത് വെറുതെ വെക്കുക, ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി എന്തിനാണ് കൊടുത്തത്, അത് കൊടുക്കാനുള്ള മാനദണ്ഡം എന്താണെന്ന് നമുക്കറിയാലോ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇപ്പൊ നിലവിൽ സമയം കൂടുതൽ ചെലവഴിക്കുന്നത് എവിടെയാണോ, ചിലപ്പോ സോഷ്യൽ മീഡിയയിലായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ചെറുപ്പക്കാരും വലുപ്പക്കാരും അല്ലെ, എല്ലാവരും ഇന്ന് എവിടെയാണ്? സോഷ്യൽ മീഡിയകൾ വെറുതെ ഇരുന്ന്, ചിലപ്പോ നമ്മള് വൈട്ടോരത്തിന്റെ റിസൾട്ട് നോക്കാനായിരിക്കും പോയിട്ടുണ്ടാവും. പിന്നെ ആ റിസൾട്ട് പോയിട്ട് പിന്നെ വൈകുന്നേരം വരെ ഭക്ഷണമൊന്നും വേണമെന്നില്ല, ആ രീതിയിലേക്ക് ഇന്ന് ഒരുപാട് ആളുകളുടെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു മേഖല സോഷ്യൽ മീഡിയ. അത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ലൊരു മേഖല തന്നെയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത് വെറുതെ എന്റർടൈൻമെന്റ് മാത്രമായിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമ്മൾ ഉള്ള സമയമൊക്കെ വെറുതെ പോകുന്നുണ്ട്. അപ്പൊ അത് മാറ്റി നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി, എവിടൊക്കെയാണ് എന്റെ സമയങ്ങൾ കൂടുതൽ ചെലവഴിക്കുന്നത്, എവിടെയാണ് നമ്മൾ കൂടുതൽ സാമ്പത്തികമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നത്, ഇതൊന്ന് എഴുതി നോക്കിയിട്ട് ഇപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി ഇത് മാറ്റുമ്പോ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റണം എന്നുള്ള ഒരു ടേബിൾ കൂടി നമ്മൾ തൊട്ടപ്പുറത്ത് ഉണ്ടാക്കുന്നതാണ്. കറണ്ട് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ, 2 വാല്യൂ. അത് മലയാളം ഇംഗ്ലീഷ് ഒന്നും വേണമെന്നില്ല, നമുക്ക് 2 കോളം ഉണ്ടാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് അപ്പുറത്ത് നമുക്ക് ഏറ്റവും ടോപ്പ്, നമ്മുടെ ബക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ വരേണ്ടത് നമ്മളെ ഈ ബയോട്ടോറിയം എന്ന് നമുക്ക് എഴുതാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള വിഷയത്തിന് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലൊന്ന് വെറും എഴുതി വെച്ചാൽ മാത്രം പോരാ. നമുക്കൊക്കെയുള്ള പ്രശ്നം അതാണ്, അല്ലെ? നമ്മൾ 100 പേരുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞിട്ട് നമ്മൾ ലിസ്റ്റ് എഴുതിയിട്ട് അല്ലെ, അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് ഫീൽഡിൽ ഇറങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് മാത്രം നമ്മൾ ചെയ്തിട്ടില്ല, അതിന് നമുക്ക് സമയമല്ല. ഇതിന് എളുപ്പമുണ്ടല്ലോ, 10 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും, അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ എഴുത്ത് മാത്രമല്ല, അതിലേക്ക് നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങൾ, ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട വിഷയങ്ങൾ, നെക്സ്റ്റ് പ്രയോറിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഒന്നിന് നമ്മൾ ബയോട്ടൂറിന് കൊടുക്കുന്ന തൊട്ടടുത്ത് നമ്മളെ ഫാമിലിക്ക് കൊടുത്തുകൊണ്ട് ബാക്കി അതിന്റെ ഇപ്പൊ ചില ആളുകൾ നിങ്ങളാ പറഞ്ഞ പോലെ ഒന്നും ഫാമിലിക്ക് കൊടുക്കാൻ പറ്റില്ല, ഏറ്റവും താഴെ കൊണ്ടു കൊടുക്കാം. താഴെ കൊണ്ടു കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെയാണ്. വീട്ടിൽ കയറി ചെല്ലുമ്പോൾ താഴെ ആയിരിക്കും നമ്മളുണ്ടാവാം, നമുക്കുള്ള അനുഭവം, നമ്മൾക്ക് റെസ്പെക്റ്റും ഒക്കെ താഴെ ആയിരിക്കും. ഈ മനുഷ്യൻ കയറി വരുന്നുണ്ട്, ഇയാള് വന്നു തുടങ്ങി, അല്ലെ? ചില ആളുകളുണ്ട്, ചില ആളുകൾ വീട്ടിൽ നിന്ന് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ എത്ര ആളുകൾക്ക് ഇതൊക്കെ അറിയില്ല. വീട്ടിൽ നിന്ന് ഭാര്യയും കുട്ടികളൊക്കെ ഈ പിന്നെ അച്ഛാ ഉപ്പ പോവരുത് എന്ന് പറയാം, നിങ്ങൾ എങ്ങോട്ട് പോകണം, നമുക്ക് ഇവിടെ ഇരിക്കാന്നുള്ള പറയുന്ന ആൾക്കാരുണ്ട്. നേരെ മറിച്ച് കൂടുതൽ ആളുകൾ എങ്ങനെയായിരിക്കും, ഇതെന്താണ് പോയി കിട്ടിയാൽ മതി സംഭവം ഇവിടുന്ന്, രാവിലെ പോയാൽ രാത്രി കുറെ വൈകി വരികയാണെങ്കിൽ അത്രയും സന്തോഷമായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞത് ഈ രീതിയിലേക്ക് നമ്മളെ ഒരു റീ അറേഞ്ചിങ് നടത്താൻ 2 കോളം നമ്മൾ കീപ്പ് ചെയ്യാം. ഒന്ന് നമ്മൾ ഇപ്പോഴത്തെ സിസ്റ്റം കറന്റ് ആയിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. നേരെ അപ്പുറത്തേക്ക് നമുക്ക് ഇനി മാറ്റം വരുത്തേണ്ട ആ ഒരു സിസ്റ്റം 1 by 1 ആയിട്ട് നമ്മൾ എഴുതുക. ഇത് എഴുതിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിന് ഈ വിഷയം ഉണ്ടാക്കുക. ഞാൻ ഈ പറഞ്ഞ വിഷയം നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ ഒരുപക്ഷെ ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കാത്ത ഒരു വിഷയമായിരുന്നു. നമുക്ക് ഈ രീതിയിലേക്കുള്ള ഒരു നോളജ് കിട്ടിയ സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്താണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഈ പ്രോഗ്രാം എന്തായിരുന്നാലും നമുക്ക് വേണ്ടി ഈ മോർണിംഗില് ഈ സൂം പ്രോഗ്രാം ഈ രീതിയിലേക്ക് നമ്മൾ രാവിലെ എണീറ്റ് വരാനും ഇതൊന്ന് ഓൺ ചെയ്യാനും
ഇതിലേക്ക് ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഇതിൽ വിജയിപ്പിക്കാനും ഒക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് അല്ലെ. ഇത് പുതുതായിട്ട് അല്ലെങ്കിൽ ഇടക്കിടക്ക് കയറി വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, സ്ഥിരമായിട്ട് കയറുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്, അവരോടല്ല, അവർ ക്ഷമിക്കണം. ഇതെന്താ പറയുക, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ പ്രയാസമാണ് രാവിലെ ഒന്ന് എണീറ്റ് ഇതിന്റെ മുന്നിൽ നിന്ന് ഇരിക്കാൻ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ ഒരു സിസ്റ്റം ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളൊക്കെ ഇത് നടത്തിയ ആളുകളാണ്. 6 AM Zoom നമ്മൾ നേരത്തെ നിങ്ങൾക്കറിയില്ല, എനിക്കറിയില്ല, വളരെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളെ ഈ കോൺസെപ്റ്റ് നമ്മൾ കേരളത്തിൽ വന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ 6 AM Zoom നമ്മൾ നടത്തിയത്. മനോജ് സാറൊക്കെ നമ്മളെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടിരുന്നതാണ്. എന്നിപ്പോ നമ്മൾ ഒരു KBC കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ നടത്തുന്ന ഫസ്റ്റ് തന്നെ നടത്തിയത് ഞങ്ങൾ. അപ്പൊ അത് നമുക്കറിയാം, ഈ രാവിലെ എണീറ്റ് ഈ വിഷയങ്ങൾ ഇത് അതിന് ദിവസവും നമ്മൾ ഇത് ഓപ്പൺ ആക്കി അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഉണ്ടാക്കി അതിന് ആളുകളെ സെലക്ട് ചെയ്ത് അതിന് ആളുകൾ പേര് നമുക്ക് പെട്ടെന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞ് അയാൾക്ക് ഇത് കയറി വരാൻ പ്രയാസം. പക്ഷെ അത് ഡയലി ചെയ്ത് ഓർഗനൈസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ സെറ്റാക്കി നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെ, അത് നമുക്ക് ആക്കി തരുന്ന ഇതിനിപ്പോ ഒരു വലിയൊരു എഫേർട്ട് ഉണ്ട് അല്ലെ. അതിന് ഒരുപാട് ലീഡേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ മനോജ് സാർ ഇന്നലെ രാത്രി ഒരു 6 മണിക്കൊക്കെ സാറെ എന്നെ വിളിക്കണ തോന്നുന്നു. ആ സമയത്ത് വിളിച്ചത് സാറേ നാളെ നമുക്ക് ടോപ്പിക് ചെയ്യാം. നമ്മൾ യെസ് പറയണം, കാരണം നമുക്ക് ചിലപ്പോൾ പറ്റാത്ത സാഹചര്യങ്ങൾ യെസ് പറയാം, കാരണം ഇതിന്റെ ഒരു എഫേർട്ട് നമുക്കറിയാം. അപ്പൊ നമ്മളെല്ലാവരും ആ കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇത് വലിയൊരു എഫേർട്ടുള്ള ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കാം. നമ്മളൊരു സാന്നിധ്യം കൊണ്ട് വരെ നമുക്ക് ഇതിനെ വളരെ വലിയ തരത്തിലേക്ക് വിജയിപ്പിക്കാൻ കഴിയും. നമ്മൾ വെറുതെ ഒന്ന് വന്ന് ഇപ്പോ വീഡിയോ ഓൺ ചെയ്ത്, ഞാൻ നേരത്തെ പറയാം, ഞാൻ വീഡിയോ എല്ലാവരും ഓൺ ചെയ്യാൻ പറയില്ല, കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പറയില്ലല്ലോ. സലീംക്കാക്ക് അത് പറയാം. സലീംക്ക രാവിലെ നേരത്തെ വന്ന്, അതുപോലെ ഭാസ്കർ സാറ് തുടങ്ങി നമ്മൾ ഗീത മേഡം, ഖദീജ മേഡം ഒക്കെ നേരത്തെ അത് ഓൺ ഒരു ചാറ്റിങ് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ മിണ്ടാതിരിക്കലാണ്. പക്ഷെ എന്തായിരുന്നാലും നമുക്കൊരു ഓൺ ചെയ്തിട്ടെങ്കിലും ഇതിലേക്ക് വരിക എന്നുള്ളത് വളരെ മഹത്തരമായ ഒരു കാര്യമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. ഞാനൊരു അഡ്വൈസ് അല്ല, ഈ കാര്യത്തിന്റെ ഒരു ഫാക്ട് മാത്രം പറയണേ, അത് ഉപദേശിക്കാൻ മാത്രം ഒരു പ്രത്യം നമുക്കില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ശക്തമായി നമ്മൾ ഓരോ പ്രോഗ്രാമുകളും, ഇതാണ് നമ്മളെ ഇതിന്റെ ബേസിക് റൂട്ട്. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ശക്തമായിട്ട് വരിക. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങള് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പുറത്തുള്ള വിഷയങ്ങളല്ല, നമ്മളെ വാല്യൂസ്, നമ്മളിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാല്യൂസ് ഏതിനാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ ഇനി എന്തിനു കൊടുത്താലാണ് നമുക്ക് ഇതിൽ വിജയിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു റീ അറേഞ്ച്മെന്റ് നടത്തി നമുക്ക് മുന്നോട്ട് പോകാം. സർവേശ്വരൻ നമ്മളെ ഒക്കെ അതിനെ അനുഗ്രഹിക്കട്ടെ. നല്ല തരത്തിലുള്ള അച്ചീവ്മെന്റും നല്ല ഹെൽത്തും വെൽത്തും നമുക്ക് ഉണ്ടാവാനുള്ള എല്ലാ കാര്യങ്ങളും അത് നമ്മൾ നനയ്ക്കാന്നുള്ളൂ അല്ലെ. മറ്റുള്ള ചെയ്തു തരേണ്ടത് ദൈവമാണ്. നമ്മുടെ പ്രവർത്തനം എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിനുള്ള ഒരു വഴി കാണിച്ചു തരുന്ന ദൈവമാണ്. അദ്ദേഹം സർവേശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ജയ് ഇബ ഓഡിറ്റോറിയം. താങ്ക് യു. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ ഈ മോർണിംഗ് സെക്ഷനില് കേൾക്കുന്നുണ്ട് സാർ? ഹലോ, ഓക്കെ സാർ, സംസാരിച്ചു. ഓക്കെ. ഈ സെക്ഷനില് നമ്മുടെ സിസ്റ്റം, വാല്യൂ സിസ്റ്റം ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ട് മുസ്തഫ സാറ് ഇവിടെ പ്രതിപാദിച്ചു. 4 കാറ്റഗറി ആയിട്ട് നമ്മുടെ പ്രയോറിറ്റിയെ വേർതിരിച്ചു. അതിൽ ഏറ്റവും പ്രയോറിറ്റി നമ്മുടെ ബിസിനസ് എന്ന രീതിയിലുള്ള ആ രീതിയിലുള്ള ഒരു ചേഞ്ച് നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് തന്ന നമ്മുടെ പ്രിയ ലീഡർ മുസ്തഫ സാർക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഞാൻ എന്നെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നേരത്തെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ പേര് പ്രേമൻ, കോഴിക്കോട് NIT പ്രദേശത്താണ് താമസിക്കുന്നത്. ഞാനൊരു കൈ അധ്യാപകനായിരുന്നു. 2010 റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ഈ അവസരം എന്നെ കയ്യിൽ കിട്ടിയത്. മൈഗ്രെയിൻ പോലുള്ള പ്രയാസങ്ങൾ, അസിഡിറ്റി, തലയിലുള്ള തരിപ്പ് അനുഭവപ്പെടുക, ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച ശേഷം ഇതെല്ലാം ഒരു മാറ്റം വന്നപ്പോഴാണ് ഈ ബിസിനസ്സുമായിട്ട് ഞാൻ സഹകരിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഒത്തിരി പേരിലേക്ക് പറയാൻ പറ്റില്ല, കുറച്ച് പേരിലെയൊക്കെ ഈ പ്രോഡക്റ്റ് കൊടുത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് ഇപ്പൊ സമയം 6:50 നമുക്ക് ക്ലോസിംഗ് സെക്ഷനിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ക്ലോസിംഗ് സെക്ഷൻ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറ് ഉണ്ട്, നമ്മുടെ ഇടിയിരിപ്പുണ്ട്. മനോജ് സാറെ പറയുമ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിയില്ല, കാരണം പണ്ടുമൊക്കെ കാണാറുണ്ട് എങ്കിൽ പോലും അദ്ദേഹമായിട്ട്
കൂടുതലായിട്ട് ക്ലാസ്സിൽ ചായ കുടിച്ച കൊച്ചിന്റെ ക്ലാസ്സിൽ സാർ പ്രേം സാർ സംസാരിച്ചോളൂ. പക്ഷേ വിട്ടെ സർ. നമ്മുടെ ഈ കേരളത്തിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് എത്തിക്കുകയും ഇവിടെ യാതൊരു റിസൾട്ടോ മറ്റു യാതൊരു അവയർനെസ്സും ഇല്ലാത്തൊരു സമയത്ത് സ്വന്തം കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഈ 10 മാസം കൊണ്ട് 1 കോടി സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം അത്രയ്ക്ക് അദ്ദേഹം എഫർട്ട് എടുത്തത് കൊണ്ടാണ് ആ ഒരു വിജയത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ അവസരത്തിൽ പോലും 1 വർഷം 1.5 വർഷം കൊണ്ട് 1 കോടി എത്താൻ പറ്റുമോ എന്നുള്ള വിശ്വാസം നമ്മൾ പലരും ഇല്ലാത്തൊരവസരത്തിൽ അദ്ദേഹത്തെ നമുക്ക് നമിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ക്ലോസിംഗ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ട് മനോജ് തൃപ്പൂർ സാറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വെൽക്കം സാർ, വെൽക്കം. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. താങ്ക് യു രാമൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയും. ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ മാസ്റ്ററാണ് നമ്മളോട് സംസാരിച്ചത്. തികച്ചും വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആണ്. അടുത്ത കാലത്ത് നമ്മൾ ചെയ്യാത്തൊരു സബ്ജക്റ്റ് ആണ് അദ്ദേഹം സംസാരിച്ചത്. വാല്യൂ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് എങ്ങനെയാണ് വിജയിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാ മനുഷ്യർക്കും സമയം തുല്യമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെ, ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിക്കും സാധാരണക്കാരായ കൂലിപ്പണിക്കാരനും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന നമുക്കും അല്ലെ, ആർക്കെടുത്താലും 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത്. ആ 24 മണിക്കൂറിനെ നിങ്ങൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നിങ്ങളുടെ വിജയം. അതാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. ഈ 24 മണിക്കൂറും വേണം നിങ്ങൾക്ക് കിടന്നുറങ്ങാം, അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് നടക്കാം, അല്ലെങ്കിൽ സിനിമ കാണാൻ പോകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കളിക്കാം. മനസ്സിലായ? അപ്പൊ 24 മണിക്കൂറിനെ നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിജയത്തിന്റെ തോത് എന്ന് പറയുന്നത്. അതാണ് പ്രയോറിറ്റിസം എന്ന് പറയുന്നത്. ചില ആളുകൾ കുറ്റം പറയാൻ ഉപയോഗിക്കും. പേട്ടൂര്യത്തിൽ വന്നാലും കുറ്റം പറഞ്ഞു നടക്കലാണ് ചില ആളുടെ തൊഴിൽ. വളരെ സന്തോഷമാണ് അവർക്ക്. എങ്ങനെ നിങ്ങളുടെ ടീമിൽ വല്ലതും നടക്കുന്നുണ്ടോ, ഇപ്പുറത്ത് വല്ലതും നടക്കുന്നുണ്ടോ, അങ്ങനെ നടക്കുന്നുണ്ടോ, ഇങ്ങനെ നടക്കുന്നുണ്ടോ, അയാളുടെ ശരിയല്ല, ഇയാൾ ശരിയല്ല, ഈ ടീമേ ശരിയല്ല, അവസാനം പറയും ഈ ലീഡേഴ്സേ ശരിയല്ല, നമുക്ക് വേറെ കമ്പനിയിലേക്ക് പോകാൻ പറയും. അപ്പൊ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ 24 hours നിങ്ങൾക്ക് എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? സാറോട് പറഞ്ഞു, രാഷ്ട്രീയക്കാരുണ്ടാവും, സാമൂഹിക പ്രവർത്തകരുണ്ടാവും, ജോലിക്കാരുണ്ടാവും, അല്ലെ, പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഏതിനാണോ ചെലവഴിക്കുന്നത് അതിൽ നിന്നാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് ഉറപ്പല്ലേ? അല്ലെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ഏതിനാണോ ചെലവഴിക്കുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുക. ഏറ്റവും കൂടുതൽ നിങ്ങൾ മാവാണ് കൃഷി ചെയ്യുന്നെങ്കിൽ അവിടുന്ന് തേങ്ങ കിട്ടുമോ? കൂടുതൽ ഏറ്റവും കൂടുതൽ മാവ് നട്ടിട്ട് അതിൽ തേങ്ങ കുറെ കിട്ടണമെന്ന് വെച്ചാൽ നടക്കുമോ? മാങ്ങേ കിട്ടുള്ളൂ, അല്ലെ? അതാണ് വിതച്ചതേ കൊയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ എന്താണോ വിതക്കുന്നത് അതാണ് നിങ്ങൾക്ക് കൊയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ വിജയിക്കാനായിട്ടാണ് ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വന്നതെങ്കിൽ നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ പ്രവർത്തനം, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ശ്വസനം എല്ലാം നിങ്ങളുടെ ജീവനും ജീവിതവുമായിട്ട് ഈ ബയോട്ടോറിയത്തിന് നിങ്ങൾക്ക് 24 hours നെഞ്ചിലേറ്റാൻ വേണ്ടി സാധിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും, ജോലിയുള്ളവരുണ്ടാവും, അവരോട് ഇത് പറയുന്നില്ല. പക്ഷെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുത്ത ഒത്തിരി ആളുകൾ ഇന്ന് എനിക്കൊന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന 99% ആളുകളും ഇത് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ഫുൾ ടൈം ആയിട്ട് 24 hours നിങ്ങളുടെ ബ്രെയിനിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ശ്വാസത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ നോട്ടത്തിൽ, നിങ്ങളുടെ ഭാവത്തിൽ എല്ലാം എന്തായിരിക്കണം? ബയോട്ടോറി ആയിരിക്കണം. അവിടെയാണ് നമ്മൾ സക്സസിലേക്ക് എത്തുക. അതാണ് മുസ്തഫ മാഷ് പറഞ്ഞത്. പിന്നെ പ്രയോറിറ്റി കുടുംബത്തിനെല്ലാം പ്രാധാന്യമുണ്ട്, തുല്യ പ്രാധാന്യം തന്നെയാണ്, അത് അതിന്റെ ഭാഗമാണ്. പക്ഷെ പല കുടുംബങ്ങളിലും നെഗറ്റീവാണ്, അല്ലേ? ഇത് ആദ്യമൊക്കെ വരുമ്പോൾ ഭർത്താക്കന്മാർ ചെയ്യുമ്പോൾ ഭാര്യമാരെ എതിർക്കും, ചില ഭാര്യമാര് ചെയ്യുമ്പോൾ ഭർത്താക്കന്മാരെ എതിർക്കും. ഇന്നലെ ഞാൻ കോട്ടയത്തായിരുന്നു. അവിടെ ഭാര്യയും ഭർത്താവും 2 കമ്പനിയിലാണ്. ഭാര്യയും ഭർത്താവ് ഒരേ കമ്പനിയിലായിരുന്നു, പക്ഷെ ഇപ്പൊ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഭർത്താവ് അങ്ങോട്ട് പോയി,
പക്ഷെ ഭാര്യ പറഞ്ഞു ഞാൻ പോവില്ല, എനിക്ക് ഇത്രയും ലക്ഷങ്ങൾ കിട്ടിയാണ്, ഞാൻ പോരില്ല. ഭർത്താവ് അവിടെ എത്തിയിട്ട് കുറെ നാളായി, ഇപ്പം ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ല. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആവാൻ മകനോട് പറയാ നീ ഒരു ഐഡിയ അടിക്കുക. മകൻ പറഞ്ഞു ഞാൻ അടിക്കൂല, ഞാൻ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത്. മനസ്സിലായ? ആ ഇത് ഞാൻ അവരായിട്ട് സംസാരിച്ചതാ, ആളെ പേരൊന്നും പറയില്ല കേട്ടാ. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാതെ ഉറച്ചു നിന്നുകൊണ്ട് ഇതിനകത്ത് 24 മണിക്കൂർ കുടുംബം നമ്മളെ കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് ചില കുടുംബങ്ങളിൽ ഇത് ചില പ്രയാസങ്ങളുടെ തുടക്കത്തിൽ മുസ്തമാഷ് പറഞ്ഞതൊക്കെ നമ്മളൊരു കംഫർട്ട് സോൺ വിട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത്രയും നാള് നമ്മൾ ചെയ്ത ജോലി ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ 24 മണിക്കൂറും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. ജോലി കഴിഞ്ഞു വന്നു, 5 മണിക്ക് ജോലി കഴിഞ്ഞു, 6 മണിക്ക് വീട്ടിലെത്തണം. അപ്പോഴേക്ക് ഭാര്യ കാപ്പിയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാവും പൂങ്കവാതിൽ അല്ലെ. അപ്പൊ സന്തോഷത്തോടെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് കർത്താനൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ കണ്ട് സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ ഉള്ള ഉള്ളിപ്പെറുക്കി അല്ലെ. ബഡ്ജറ്റ് ഒക്കെ തയ്യാറാക്കി മാസം 10-ാം തീയതി ആകുമ്പോഴേക്ക് 10ന്റെ പൈസ കയ്യിൽ ഉണ്ടാവില്ല, 10-ാം തീയതി ആകുമ്പോഴേക്ക് 10ന്റെ പൈസ ഉണ്ടാവില്ല. എന്നാലും അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ പോകുന്ന അവർ ഈ ഡയറക്ട് സെല്ലിങ്ങിലേക്കൊക്കെ വന്നിട്ട് മുസ്തഫ അവിടുന്ന് രാവിലെ അല്ലെ പുലച്ചക്ക് 4 മണിക്ക് ബാഗ് എടുത്തിട്ട് പറയാ ഞാൻ ഇന്ന് കൊട്ടാരക്കരക്ക് പോവാണ് അല്ലെങ്കിൽ കൊല്ലത്തേക്ക് പോവാണ്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ മുഖത്തെന്തുണ്ടാവും? വാടിപ്പോവും അല്ലെ. 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് ടെൻഷനായി. നിങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ വരുന്ന സ്ഥലത്തേക്ക് പോയാൽ മതി മനുഷ്യ, നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ ദൂരം പോകുന്നത്? ഇവിടെ ആളില്ലേ? ആളെ പിടിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം. പണ്ട് നമ്മളെ തവളയെ പിടിക്കാൻ നടന്നു രാത്രി ഇല്ലേ, തവള കൊടുത്തു. ഇതുവരെ ആളെ പിടിക്കാൻ ഇവിടേക്ക് എത്ര ആളുണ്ട്, ഇവിടെ പിടിച്ചാൽ പോരെ. ഭയങ്കര പ്രയാസമായിരിക്കും അവർക്ക്. കാരണം അവരത് ശീലിക്കാത്തതുകൊണ്ടാണ്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാഹചര്യം വരും. ഇപ്പൊ എന്റെ വൈഫിനെ ആയാലും ദൂരെയൊക്കെ പോകുമ്പോൾ തുടക്കത്തിലൊക്കെ വലിയ പ്രയാസമായി. അത് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലെ. നമ്മൾ അവരോട് സ്നേഹത്തോട് പറയാം നമുക്ക് ഇങ്ങനെ പോയാൽ മതിയോ, നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. നമുക്ക് കുട്ടികളെ പഠിപ്പിക്കണ്ടേ, കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കണ്ടേ, നമുക്കൊരു വീട് വേണ്ടേ. ഞാൻ വാടകയ്ക്കായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാം അല്ലെ. ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന ഒത്തിരി സഹോദരന്മാരൊക്കെ എന്റെ കൂടെ ഉണ്ട്. ഞാൻ പലരും വിചാരിച്ച അവരൊക്കെ വലിയ സെറ്റപ്പിലാണ് കേട്ടോ, അടിപൊളി വീട്ടിലൊക്കെ താമസിക്കുന്നതായിരിക്കുന്നത്. പക്ഷെ അടുത്ത് ഇടപഴകുമ്പോഴൊക്കെയാണ് മനസ്സിലായത് ഇപ്പോഴും വാടക വീട്ടിലാണെന്നല്ല. വാടക വീട്ടിലാണെന്നുള്ള കുറ്റമൊന്നുമല്ല, ഞാൻ 22 വർഷം താമസിച്ചാണ്. ഇപ്പൊ ഒരു കൾച്ചർ ഉണ്ട്, വാടക വീട് മതി എന്നൊക്കെയാണ്. പുതിയ വീട് പണിയാൻ പറ്റാത്തവർ പറയണം വാടക വീടാൻ നല്ലത് കേട്ടോ സാറേ, നമ്മൾ എന്തിനാ ഇത്രയും കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ആ കാശ് നമുക്ക് ബാങ്കിൽ ഇട്ടാൽ നമുക്ക് അത് ഭയങ്കര പ്രോഫിറ്റ് ആയി കിട്ടൂലേ. ഇത് വീട് പണിയാൻ പറ്റാതെ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറഞ്ഞ സ്ഥിതിയാണ് ചില ആളുകൾ. അങ്ങനെ ഒരു വാദം ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ആസ്ഥാനം വേണം ഇല്ലേ, വേണ്ടേ? നമുക്ക് നിയമസഭയ്ക്ക് ഒരു ആസ്ഥാനം ഉണ്ട് ഇല്ലേ, പാർലമെന്റിന് ഒരു ആസ്ഥാന മന്ദിരമുണ്ട് ഇല്ലേ. അതുപോലെ നമുക്കും ഒരു ആസ്ഥാനം വേണം. വലിയതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ തിങ്കിങ് അനുസരിച്ച് ഒരു ആസ്ഥാനം ഉണ്ടാവണം, ഒരു വീട് വേണം. എന്തായാലും ഈ ഭൂമിയിൽ നമ്മൾ പോകുമ്പോൾ അറിയപ്പെടണം അയാളുടെ വീടായിരുന്നു കേട്ടോ. ഇപ്പൊ വീട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ അവർക്കെല്ലാം പറ്റിയ ഓപ്പർച്യൂണിറ്റി വേറെ എന്താ ഉള്ളുണ്ട് പൊന്നുസുഹൃത്തുക്കളെ. ഒരു സാധാരണക്കാരന്റെ വീട് പണിയാൻ വേണ്ടി സാധിക്കും ഓപ്പർച്യൂണിറ്റി എന്താ ഉള്ളത്? ഒരു ബാങ്കിൽ നിങ്ങൾ ചെന്ന് നോക്ക്, നിങ്ങൾക്ക് ലോൺ കിട്ടുമോ? 10ന്റെ പൈസ കിട്ടൂല. ഞാനൊക്കെ പോയതാ കുറെ, ഒന്നും കിട്ടൂല. അവസാനം ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനെ പറയാം അല്ലെ, ഒരു ലോൺ സംവിധാനമുണ്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നത്, എന്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. അവിടെ കൊണ്ട് അപേക്ഷ കൊടുത്താൽ അവിടെ രാഷ്ട്രീയ കളിയാണ്. പാർട്ടിക്കാരെയൊക്കെ നോക്കി തിരിഞ്ഞു പിടിച്ചിട്ടൊക്കെ കിട്ടുള്ളൂ. എത്ര കാലം നടക്കണം അതിന്റെയൊക്കെ പറയുക അല്ലെ. അതാണ് പട്ടം തിരിയാനുള്ള സ്ഥലം ഉണ്ടാവില്ല അല്ലേ. അത് 3 സെന്റുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞ അവരെ മോശക്കാരായിട്ടല്ല ഞാൻ പറയുന്നത്. അവർക്കും വലിയ സ്വപ്നങ്ങൾ കൊടുക്കാനും അവരെ നമുക്ക് ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനും വളർത്തിയെടുക്കാനും എന്ത് സ്വപ്നങ്ങൾ നിങ്ങളെ മനസ്സിൽ നിങ്ങൾ വരച്ചിട്ടുണ്ടോ അത് നേടാനും സാധിക്കും. അതാണ് നമ്മൾ സ്വപ്നങ്ങൾ വരക്കുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങളാണ് മനസ്സിൽ വരക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കണം. ഞാൻ വലിയ സ്വപ്നങ്ങൾ വരച്ചുകൊണ്ടാണ് ഈ ഇത്രയും ലെവലിലേക്ക് വന്നത്. 1 കോടി അടിക്കൂ, 1 വർഷം കൊണ്ട് 1 കോടി അടിക്കാനുള്ള പ്ലാനാണെന്ന് പറഞ്ഞപ്പോ ഇത് നടക്കൂല കേട്ടാ. ഇത് നടക്കൂല എന്ന് ഞാൻ വിചാരിച്ച് നടക്കുമോ? ഞാൻ പറയും നടക്കും, ഇത് നടക്കും, നടത്തിക്കൊള്ളണം കേട്ടാ. അന്ന് ഞാൻ ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞത്? എന്റെ ബ്രെയിനിനോട് പറഞ്ഞു. മനസ്സിലായി? ഈ ബ്രെയിനാ പണിയെടുക്കേണ്ടത്. ഈ കാലും കൈയും ഒക്കെ ഇട്ട് ഓടി പോകണമെന്നുണ്ടല്ലോ, ഈ ബ്രെയിൻ ഉണ്ടല്ലോ അവൻ ഭയങ്കര സാധനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അവൻ കംഫർട്ട് സോണിലാണ് എപ്പോഴും. കുറച്ചും കൂടെ ഉറങ്ങാന്ന് പറയുവൻ. ഇപ്പോഴേ എഴുന്നേക്കണ്ടെന്ന് മനസ്സിലായ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോകാം. ഇപ്പൊ മഴയല്ലേ, കുറച്ച് കഴിയട്ടെ, മഴ തോരട്ടെ. മഴ തോരുമ്പോൾ അടുത്ത മഴ വരും അല്ലെ. അപ്പൊ മെല്ലെ വാച്ച് നോക്കിയിട്ട് അവരെ വിളിക്കും. ഇന്ന് ഇവിടെ ഭയങ്കര മഴയാട്ടാ, ചെറിയ ചാറ്റിൽ മഴയുണ്ടാവും, നമുക്ക് നാളെ ആക്കിയാലോ? ഇത് കേൾക്കാനാ മറ്റവനും നിൽക്കണം. മറ്റവൻ അത് നാളെ ആക്കാം സാറേ, ഒരു കുഴപ്പമില്ല സാർ. ഇങ്ങനെയാണ് നമ്മളെ ഈ പ്രോഗ്രാംസ് ആളുകളെ കാണാൻ പോകുന്നൊക്കെ നീണ്ടു പോകും. മഴയായാലും ശരി വെയിലായാലും ശരി, മനസ്സിലായില്ല? ആ ബ്രെയിനെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ബ്രെയിനെ ഞാൻ മഴയായാലും വെയിലായാലും ഇറങ്ങും കേട്ടോ. എനിക്ക് മഴയില്ല വെയിലില്ല ഒന്നുമില്ല, ഞാനങ്ങനെ ഇറങ്ങും.
അങ്ങനെ ഇറങ്ങി ഓടിയത് കൊണ്ടാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. നമ്മൾ 24 hours, സത്യമാഷെ 24 hours ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങണം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിന്റെ ഇടയിൽ അങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോയി മുസ്തുമാഷ് മടങ്ങി വരുമ്പം അല്ലെ വീട്ടിൽ നിന്ന് ചോദിക്കുക, എന്തായി, എത്ര എൻട്രി കിട്ടിയിട്ടുണ്ട്? ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ. മുസ്തുമാഷ് മുഖം കണ്ടാൽ തന്നെ വൈഫിനെ അറിയാം എത്ര കിട്ടിയിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്, ഇപ്പൊ സെറ്റ് ആയിക്കോളും. നല്ല ടീം വന്നിട്ടുണ്ട് അവിടെ. അത് ഭയങ്കര ടീമാണ്. അവിടെ തിരുവനന്തപുരം അങ്ങനെ തമിഴ്നാട്ടിലൊക്കെ കിടക്കുന്ന ടീമാണ്, ഇപ്പുറത്ത് കർണാടകയ്ക്ക് വന്ന ടീമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ആശ്വസിപ്പിച്ചാലും അവർക്കറിയാം ഒന്നും നടന്നിട്ടില്ല. നമ്മുടെ മുഖം അവർ വായിച്ചിട്ട് പറയും ഇല്ലേ. അപ്പൊ അവർക്ക് സങ്കടം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവും, അത് ആർക്കായാലും. അപ്പൊ അവരെ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല, കുറച്ച് സമയം എടുക്കും അല്ലെ. ഒരു കർഷക മനസ്സോടുകൂടി നമ്മൾക്ക് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ വിത്തിട്ടതേ ഉള്ളൂ, ഇത് മുളക്കണം ഇല്ലേ. മുളച്ചിട്ട് അതിനിങ്ങനെ വളർന്ന് അല്ലെ, കുറച്ച് സമയമുണ്ടല്ലോ ഇല്ലേ. ആ സമയം വരെ കാത്തിരിക്കുന്ന നീ ക്ഷമിക്കുന്നു പറയാം. അപ്പൊ വീട്ടില് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ രണ്ടും ഭക്ഷണത്തിൽ ചെറിയ മാറ്റം വരുത്തേണ്ടി വരും അല്ലെ. നല്ല ആവോലിയും അയക്കൂറയും വാങ്ങി അല്ലെ, ഊണും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ വാങ്ങി കഴിക്കുന്നത് ചിലപ്പോൾ കറികളുടെ എണ്ണം ചിലപ്പോൾ കുറക്കേണ്ടി വരും. ആവോലി അയക്കൂറൊക്കെ വരും, ചിലപ്പോൾ ചെറിയ മീനുകളാക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് കുടുംബവും കൂടെ വരേണ്ടി വരും. തുടക്കത്തിലൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ഈ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ. സത്യം ഞാൻ ഈ പറയുന്നത്, ഞാൻ അനുഭവിച്ച വഴികളാണ് പറയുന്നത്, മനസ്സിലായി. പിന്നെ അടുത്ത ദിവസം വേറെ സ്ഥലത്തേക്ക് വർക്കിന് പോകുമ്പോൾ ഇപ്പൊ കാശുണ്ടാവില്ല അല്ലേ. ഇവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, നാളെ 10 മണിക്ക് അവിടെ എത്തണം കേട്ടാ, ഇപ്പൊ കാശുണ്ടാവില്ല. എന്താ ചെയ്യാ? ചിലപ്പോ വൈഫിന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, നമുക്കറിയാം ഇല്ലേ. അവരോട് ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ തരുവോ ഇല്ലേ. ഇങ്ങനെയൊക്കെ ചില ഡ്രാമകളൊക്കെ കളിച്ച് എന്തൊക്കെ കളിച്ചിട്ടാണ് എന്റെ പൊന്ന സുഹൃത്തുക്കളെ ഇല്ലേ. അവരോടൊക്കെ ചിലപ്പോ 1000 2000 ഒക്കെ തൽക്കാലം മേടിച്ച് കുടുംബശ്രീ ലോൺ അടക്കാൻ പറ്റിയ പൈസ ഉണ്ടാവും. സ്ത്രീകൾക്കൊക്കെ കുടുംബശ്രീ ഉണ്ട്, അവിടുന്ന് പഠിച്ച് ഇല്ലെ കുടുംബശ്രീ നീ ഒരു ലോൺ എടുക്കടി എന്ന് പറഞ്ഞ അവളോട് വൈഫിനോട് പറഞ്ഞ് ഇല്ലേ. ഇങ്ങനെ തിരിച്ചും മറിച്ചും എന്റെ പൊന്നു സുഹൃത്തുക്കൾ അനുഭവിക്കാത്ത വേദനകളും ത്യാഗങ്ങളൊന്നുമില്ല. വിജയിക്കുന്ന ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ഈ ആവശ്യത്തോട് നിങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പറക്കുകയാണെങ്കിൽ യു ആർ ദ അച്ചീവേഴ്സ്, നോ ഡൗട്ട്. അതുകൊണ്ട് 24 ഞാൻ പ്രയോറിറ്റിയിൽ 24 hours നമുക്ക് ഈ സൂമിൽ കയറിയവരൊക്കെ 24 hours ആൾക്കാരാണ്. 24 hours ഇതിനകത്ത് നിൽക്കുക, കുടുംബത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, പേവട്ട് കിട്ടുമ്പോൾ അവരെ കാണിച്ചു കൊടുക്കുക. പൈസ കിട്ടുമ്പോൾ കാണിക്കൂല ചില ആളുകൾ, അതുണ്ട്. പൈസ ഒന്നും വന്നിട്ടില്ല, അടുത്ത 3 ദിവസം കഴിഞ്ഞ് പേവട്ട് വരുള്ളൂ എന്നൊക്കെ പറയും. കാശ് കിട്ടിയ അവരോട് പറയും, അവർക്കൊരു സന്തോഷം ഉണ്ടാകണ്ടേ കുടുംബത്തിൽ ഇല്ലേ. കാശ് മുഴുവൻ അവർ വാങ്ങിച്ചെടുക്കൊന്നുമില്ല. കിട്ടിക്കുമ്പോൾ ആദ്യത്തെ പേവട്ട് കിട്ടുമ്പോൾ അതിന് 1000 രൂപ എടുത്ത് ATM പോയിട്ട് എടുത്തിട്ട് വൈഫിന്റെ കൈ കൊണ്ട് കൊടുത്തു, നിങ്ങളെയൊക്കെ എടുക്കുക വേണ്ട, അടിപൊളി കാശ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അവിടെ വെച്ചോ. കാരണം 1000 കൊടുക്കുന്നത് എന്തിനാണെന്നറിയാം, പിന്നെ അത്യാവശ്യം 5000 വാങ്ങാലോ ഇല്ലേ. അപ്പോ ഇങ്ങനെ നമ്മൾ സുഖിപ്പിച്ചും ഒക്കെ മുന്നോട്ട് നമ്മൾ അതേപോലെ നമ്മൾ ടീമിൽ ഇതേ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം ഇതിനകത്തേക്ക് സമയം കൊടുക്കുക, അവർക്കാണ് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നു, സക്സസ് എന്ന് പറയുന്നത് ടൈം പ്ലസ് എനർജിയാണ്. സമയവും എനർജിയും ഉപയോഗിക്കുന്നവരാരാണോ കൃത്യസമയത്ത് അവരാണ് വിജയിക്കുക. ഇപ്പൊ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലെ, നമ്മുടെ ഒറ്റക്കുള്ള സമയമല്ലല്ലോ, വലിയൊരു ടീം ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെ, എല്ലാവർക്കും അറിയാം അല്ലെ, മറ്റുള്ളവരുടെ സമയമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് ബുദ്ധിപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറും, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഇന്നത്തെ സബ്ജക്ട് അടിപൊളിയായി ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. നമ്മൾ 7 മണിക്കൂർ തന്നെ ഒരു 7:05 മുമ്പ് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോകണം എല്ലാ ദിവസവും. കാരണം ആളുകൾക്ക് ഫീൽഡിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. 6:45 6:50 നമ്മൾ പ്രോഗ്രാം ചെയ്യും. ഇന്ന് കോഴിക്കോട് BOP ആണ്. എല്ലാ ലീഡേഴ്സും ആ ഭാഗത്തെത്തണം. പരമാവധി ഗസ്റ്റുകളുമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും. ഓരോ പ്രോഗ്രാം സെന്ററിൽ വരുമ്പോൾ ഓരോരുത്തരും ഒരു പുതിയ ആളുകളെ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ അവിടെ നിന്ന് പരിചയപ്പെടുത്തും. 2-3 പ്രോഗ്രാമിലൊക്കെ ഓട്ടോറിക്ഷക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് പ്രോഗ്രാമിൽ. സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ച് കയ്യിലൊക്കെ കെട്ടുമൊക്കെ ഉണ്ട്, എന്താണെന്നൊക്കെ ചോദിച്ചു. പിന്നെ കുറച്ച് കുപ്പിയൊക്കെ അങ്ങനെ പിടിച്ചു, ഇതെന്താ ഓട്ടോറിക്ഷക്കാരൊക്കെ ചോദിക്കും. അപ്പൊ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് നേരെ പ്രോഗ്രാം സെന്ററിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അതിലൂടെ കച്ചവടം നടന്ന ആള്. അയാൾക്ക് നോക്കുമ്പോഴേക്കും ഇല്ലാത്ത അസുഖമൊന്നുമില്ല ഓട്ടോറിക്ഷക്കാരന്. അദ്ദേഹം ആ പ്രോഗ്രാം സെന്ററിൽ വന്നു പ്രൊഡക്റ്റ് വാങ്ങി നല്ല ടീം ഉണ്ടാക്കിയ ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പുതിയ മുഖങ്ങളെയൊക്കെ അവിടെ നിന്ന് പരിചയപ്പെടാം. ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഒന്ന് ചിരിച്ച് വെറുതെ നിൽക്കുന്ന ആൾ എന്താ ചെയ്യുന്നത്, ഒന്നുമില്ല, ജോലി അന്വേഷിക്കുന്ന ആളായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്ന ആളുകളായിരിക്കും, വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ചിരിച്ചൊരു മുഖത്തോടൊക്കെ പുതിയ ആളുകളിലേക്ക് ഇടിച്ചു കയറി പരിചയപ്പെട്ട് അവരെയൊക്കെ ഒന്ന് പ്രോഗ്രാം സെന്ററിലേക്ക് കൊണ്ടിരുത്തിയാൽ നല്ല ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരാളെങ്കിലും മിനിമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം വളരെ സജീവം, ഹാള് നിറയുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പ്രോഗ്രാം സെന്റർ ഉപയോഗിക്കുക എന്നുള്ള, ഇന്നലെ കോട്ടയത്ത് NDOP ആയിരുന്നു, നല്ല പ്രോഗ്രാം ആയിരുന്നു. ഇതുപോലെ പ്രോഗ്രാം സെന്ററുകൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുന്നത്. ഇതുപോലെ സൂം മീറ്റിങ്ങുകൾ പങ്കെടുക്കുക, ഇതാണ് വിജയിക്കാനുള്ള വഴി. മാനസികമായിട്ട് തയ്യാറാകുക. നമ്മുടെ
എന്താ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയ അല്ലെ, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മാറ്റി എഴുതാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. അതാണ് ബിലീഫ് സിസ്റ്റത്തെ നിങ്ങൾ മാറ്റി എഴുതണം. ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. ഞാൻ നേടും 100 കോടിയാണ് ഇപ്പൊ ഞാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. 100 കോടി നേടുമ്പോൾ ഇവിടെ ആയിരക്കണക്കിന് കോടീശ്വരന്മാരുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു ആയിരക്കണക്കിന് കോടീശ്വരന്മാരുണ്ടാവും കേരളത്തിൽ. ഒരു സംശയവും വേണ്ട. കട്ടക്ക് നിന്നോളൂ, അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ മൈൻഡ് സെറ്റ് കാണാം. 1 കോടി നിങ്ങൾ മാറ്റി മിനിമം 10 കോടി 25 കോടി എന്നൊക്കെ എഴുതാൻ തയ്യാറാക്കുക. നിങ്ങൾ ബ്രെയിൻ അങ്ങോട്ട് കൊടുക്ക്. ബ്രെയിൻ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ രക്ഷയൊന്നും ഉണ്ടാവില്ല. അത് ഏറ്റെടുക്കാനാണ് പണിയുള്ളൂ. ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവന് രക്ഷയൊന്നും ഉണ്ടാവില്ല. കേട്ടില്ലേ? അതുകൊണ്ട് വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണും. ഉറപ്പായിട്ടും അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇന്ന് വൈകിട്ട് 5 മണിക്കത്തെ കട്ട് ഓഫിനുള്ളിൽ ID ആക്ടിവേഷൻ ചെയ്യുന്ന ലീഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നാളെ പേയ്മെന്റ് ആണ്. ഇപ്പൊ നമ്മളെ ഡാഷ്ബോർഡിൽ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ KVC അപ്രൂവങ്ങളുടെ ഡാഷ്ബോർഡിൽ ലെഫ്റ്റിൽ 3 വരയാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഡേറ്റ് കാണിക്കുന്നത്. നെക്സ്റ്റ് പേ ഔട്ട് ഡേറ്റ് നാളെ പേ ഔട്ട് ആണ്. നാളെ പേ ഔട്ട് വരണമെങ്കിൽ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പുള്ള കട്ട് ഓഫിൽ ആക്ടിവേഷൻ ചെയ്യണം. ഇന്ന് രാത്രി 5 മണിക്ക് വെളുപ്പിന് നാളത്തേക്ക് ചെയ്താൽ വരില്ല. ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ള കട്ട് ഓഫിൽ ആർക്കും പൈസക്ക് അത്യാവശ്യം ഉണ്ടാ ഞാൻ പറയുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ടക്കടക്കെന്ന് ചെയ്താൽ നാളെ രാവിലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് എത്തും. ഓക്കെ. അതേപോലെ റീപർച്ചേസ് ഇൻകം, ഓഗസ്റ്റിലത്തെ റീപർച്ചേസ് ഇൻകം നാളെ ക്രെഡിറ്റ് ആവും. അപ്പൊ എല്ലാം കൂടി നല്ലൊരു എമൗണ്ട് ഉണ്ടാവും കേട്ടോ നാളെ. എന്നെ ആരും വിളിക്കണ്ട കടം ചോദിച്ചിട്ടൊന്നും. 10 പൈസ കൊടുക്കൂല. അതുകൊണ്ട് കടം ചോദിച്ച പരിപാടിയില്ല. നിങ്ങൾക്ക് വലിയ അവസരം എടുത്ത് തന്നിട്ടുണ്ട്, കാശുണ്ടായിക്കോളാം അല്ലെ. മീൻ കൊണ്ടുതരാൻ പറ്റില്ല, മീൻ പിടിക്കാനുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും മീൻ വെറുതെ പറക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. നിങ്ങൾക്ക് മീൻ പിടിച്ച് എത്ര വേണമെങ്കിൽ നേടാനുള്ള അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാളെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് 19-ാം തീയതി. ഓഗസ്റ്റിലത്തെ മൊത്തം റീപർച്ചേസ് ഇൻകം നാളെ ക്രെഡിറ്റ് ആവും. എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 37,80,000 രൂപയാണ് അല്ലെ. 37,80,000 റീപർച്ചേസ് ഇൻകം വരുന്ന ഒരു ദിവസം ഞാൻ കാണുക. ആലോചിച്ച് നോക്കണം നിങ്ങൾക്ക്. ഇതൊക്കെ നടക്കുമോ മക്കളെ എന്ന് ചോദിക്കുന്ന നേരം? നടക്കൂലേ? ഉറപ്പല്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല കേട്ടാ. അപ്പൊ ഈ ഓഗസ്റ്റിലത്തെ റീപർച്ചേസ് ഇൻകം ആണ് നാളെ ക്രെഡിറ്റ് ആവുന്നത്. നാളേക്ക് എന്തായാലും 1,00,000 മുകളിൽ ഉണ്ടാവും. ഞാൻ പഠിച്ചോനെ എന്നിട്ട് തലയിൽ കൈ വെക്കാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും കിട്ടും കേട്ടാ. നിങ്ങളെ പോലത്തെ ഒരു സാധാരണക്കാരനാണ് ഞാൻ. എനിക്ക് വലിയ കൊമ്പുണ്ടോ? ഒന്നുമില്ല അല്ലേ. നിങ്ങളെ പോലത്തെ സാധാരണക്കാരനാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സ് വെച്ചാൽ മതി. നല്ലൊരു ടീമിനെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു ടീമിനെ വാർത്തെടുക്കുക. ഉറപ്പായിട്ടും നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റും. ഇങ്ങനെ ഓരോ കട്ട് ഓഫ് കഴിയുമ്പോൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമാണ് റീപർച്ചേസ് ഇൻകം വരിക. അതൊരു ഹ്യൂജ് ഇൻകം ആയിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ടീമിനെ ബിൽഡ് ചെയ്യുക. പുതിയ ഉൽപ്പന്നങ്ങൾ വരുമ്പോൾ ആളുകളെല്ലാം വാങ്ങുകയും വിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ടീമിനെ ചേർത്ത് പിടിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തുക. ഒരു സംശയവും വേണ്ട. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളും 24 hours മനസ്സുകൊണ്ട് ഇതിനെ വരിക്കുന്ന ആളുകൾക്കും വലിയ വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ ബ്രെയിനിലേക്ക് എന്ത് കൊടുക്കുക? ആ എനർജി കൊടുത്താൽ മതി. ഞാൻ അച്ചീവറാണ്, എനിക്ക് സാധിക്കും എന്നുള്ള ഒരു ആവർത്തിച്ച് നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ ബ്രെയിനിൽ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാത്ത് വേ സൃഷ്ടിക്കപ്പെടും ഇല്ലേ. നല്ലൊരു ഹൈവേ അവിടെ ബ്രെയിൻ സൃഷ്ടിക്കപ്പെട്ടാൽ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് വിജയത്തിലേക്ക് എത്തിക്കും. അങ്ങനെ എല്ലാവരും വിജയികളായിട്ട് മാറട്ടെ. അതിനുള്ള ഊർജ്ജവും ആവേശവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ജീവേട്ടോ.